ദൈവത്തിന് സ്തോത്രം. We'll read from Proverbs chapter 22 and verse 6. സദൃശ്യവാക്യങ്ങൾ 22-ാം അധ്യായം 6-ാം വാക്യം വായിക്കാം. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാം, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. Train up a child in the way he should go, and when he is old he will not depart from it. Praise the Lord. ദൈവത്തിന് സ്തോത്രം. These days we have been analyzing the wisdom and the foolishness of King Solomon. ഈ ദിവസങ്ങളിൽ നാം ശലോമോൻ രാജാവിന്റെ ജ്ഞാനവും ഭോഷത്വവും പരിശോധിച്ചു വരികയാകുന്നു. And we have been studying his wisdom from both his wisdom and his foolishness. നാം തന്റെ ജ്ഞാനത്തിൽ നിന്നും തന്റെ ഭോഷത്വത്തിൽ നിന്നും നാം ജ്ഞാനത്തെ പഠിച്ചുകൊണ്ടിരിക്കുകയാകുന്നു. On the first day we saw that true and divine wisdom will have a meekness that is self-protective accompanying with it. ഒന്നാമത്തെ ദിവസം നാം ഇപ്രകാരം പഠിക്കുകയുണ്ടായി. യഥാർത്ഥമായ ദൈവികമായ ജ്ഞാനം അത് സൗമ്യതയോട് കൂടെ ആയിരിക്കും. അത് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാകുന്നു. A truly wise person will never say I am wise. യഥാർത്ഥമായി ജ്ഞാനിയായ ഒരു വ്യക്തി ഒരിക്കലും പറയുകയില്ല ഞാൻ ജ്ഞാനിയെന്ന്. But Solomon said it and it corrupted his wisdom. എന്നാൽ ശലോമോൻ അത് ആവർത്തിച്ച് പറയുകയുണ്ടായി. അത് നിമിത്തം അവന്റെ ജ്ഞാനം വഷളായി തീരുവാനിടയായി. Yesterday we saw how we have to maintain the warmth of our wisdom and keep it alive by constant reading of the scriptures throughout our lives. ഇന്നലെ രാത്രികാലം നാം ധ്യാനിച്ചത് നമ്മുടെ ജീവിതകാലം മുഴുവൻ നാം പ്രാപിച്ചിരിക്കുന്ന ഈ ജ്ഞാനത്തെ എങ്ങനെ ജീവനോടെയും ഇളം ചൂടിലും സൂക്ഷിക്കണമെന്നതാകുന്നു. അത് നാം തിരുവചനം അനുദിനം ധ്യാനിക്കുന്നതിലൂടെ സാധ്യമാകുമെന്ന് നാം കണ്ടു. When I was small, somebody pointed to an old believer who was having his Bible in his hand, close to his eyes, reading it with his spectacles. ഞാൻ എന്റെ ശൈശവ പ്രായത്തിലായിരിക്കുമ്പോൾ ഒരാൾ മറ്റൊരു വ്യക്തിയെ പ്രകാരം കാണിക്കുകയുണ്ടായി. വിശ്വാസിയായ വ്യക്തി വേദപുസ്തകം തന്റെ കണ്ണുകളോട് അല്ലെങ്കിൽ കണ്ണടയോട് ചേർത്ത് വെച്ച് വായിക്കുകയായിരുന്നു. It's a very old man in his 80s. താൻ പ്രായമേറിയ 80 വയസ്സായ ഒരു വയോധികനായിരുന്നു. So somebody pointed to that man and said, you see that person? He's read the Bible more than 175 times. ആരോ ഒരാൾ ആ വയോധികനെ ചൂണ്ടി എന്നോട് പ്രകാരം പറഞ്ഞു, ആ വയോധികനെ വൃദ്ധനെ നോക്കുക, ഇതിനകം തന്നെ 175 പ്രാവശ്യം താൻ തിരുവെഴുത്ത് വായിച്ചു കഴിഞ്ഞു. So this Bible is not just to be read once and then say I know everything. ഈ ബൈബിൾ വേദപുസ്തകം എന്നത് എപ്പോഴും ഒരു പ്രാവശ്യം വായിച്ചിട്ട് ഞാൻ എല്ലാം മനസ്സിലാക്കി എനിക്കെല്ലാം അറിയാം എന്ന് നാം പറഞ്ഞു വിട്ടുകളയേണ്ടതല്ല. Every verse is alive. The Bible says the word of God is alive and powerful. It has layers and layers of meanings, not just for mental knowledge but very appropriate to our practical daily life. ദൈവവചനത്തിൽ ജീവനും ശക്തിയും അടങ്ങിയിരിക്കുന്നു എന്ന് നാം വായിക്കുന്നു. അത് നമ്മുടെ അതിന്റെ ആഴങ്ങളിലേക്ക് പടിപടിയായി നാം ചെല്ലുമ്പോൾ അത് നമ്മുടെ ഓരോ ദിവസത്തിന് ദൈനംദിന ജീവിതത്തിന് മാനസികമായും ശാരീരികമായും നമ്മെ ബലപ്പെടുത്തുന്നതാകുന്നു. Thirdly, the third lesson that we learned is that wisdom leads us towards holiness. നാം പഠിച്ച മൂന്നാമത്തെ പാഠം ഇതായിരുന്നു, ജ്ഞാനം നമ്മെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നു. A truly wise person should also know how to preserve his chastity. ഒരു യഥാർത്ഥമായ ജ്ഞാനിയായ വ്യക്തിക്ക് താൻ എങ്ങനെ തന്റെ നിർമ്മലതയെ കാത്തു സൂക്ഷിക്കണമെന്ന് നല്ലവണ്ണം അറിയാം. We saw how Solomon taught all these things but could not keep up these things in his own personal life. ശലോമോൻ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ മറ്റുള്ളവരെ പഠിപ്പിച്ചു ഉപദേശിച്ചു എന്നെല്ലാം നാം കണ്ടു. എങ്കിലും ഇതൊന്നും അവന്റെ ജീവിതത്തിൽ പ്രായോഗികമായി തീരുവാനിടയായില്ല. Today, God willing, we learn three more lessons from Solomon's life. ഇന്ന് രാത്രികാലം നാം ദൈവഹിതമെങ്കിൽ 3 പാഠങ്ങൾ കൂടി ശലോമോന്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കുവാൻ പോകുന്നു. The fourth lesson is that we must teach wisdom to our children. നാലാമത്തെ പാഠം, നാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജ്ഞാനത്തെ ഉപദേശിച്ചു കൊടുക്കണം. When you look at Solomon's life, ശലോമോന്റെ ജീവിതം നോക്കിയാൽ, when you look at the proverbs that he wrote, താൻ എഴുതിയ സദൃശ്യവാക്യങ്ങളെ നോക്കിയാൽ, in many of the proverbs you will see this phrase my son mentioned many times. അനേക സദൃശ്യവാക്യങ്ങളിൽ ഇപ്രകാരം ഒരു വാക്ക് നമുക്ക് കാണാം, എന്റെ മകനെ. Who is that my son?
ഈ എന്റെ മകനെ എന്ന് വിളിച്ചിരിക്കുന്നത് ആരെയാകുന്നു? It is not Solomon speaking to some of his sons. It is God speaking to Solomon as my son. This is what Bible scholars say. വേദപണ്ഡിതന്മാർ ഇപ്രകാരമാകുന്നു പറയുന്നത്. ഇത് ശലോമോൻ തന്റെ അക്ഷരീകമായ ഒരു പുത്രനോട് പറയുന്നതല്ല, മറിച്ച് ദൈവം ശലോമോനോട് അരുളി ചെയ്യുന്ന വചനങ്ങളാകുന്നു. When Solomon got inspiration of these proverbs, it was first of all for his own personal life. God was telling him, my son, do this, keep my commandments, and so on. ആദ്യമായി സദൃശ്യവാക്യങ്ങൾ എഴുതുവാനുള്ള പ്രേരണ ദൈവികമായി തനിക്ക് ലഭിച്ചപ്പോൾ ദൈവം തന്നെ നേരിട്ട് ഉപദേശിച്ച് എന്റെ മകനെ ഇങ്ങനെ വേണം എന്നെല്ലാം പറഞ്ഞു കൊടുക്കുകയായിരുന്നു. So God directly taught him these proverbs. ആകയാൽ ഈ സദൃശ്യവാക്യങ്ങൾ ദൈവം തന്നെ നേരിട്ട് പഠിപ്പിച്ചതാകുന്നു. Not only that, David, his father, was a spiritual man and a wise man who also wrote many verses in the Bible, and David himself would have brought up Solomon carefully. അത് മാത്രമല്ല, തന്റെ പിതാവായിരുന്ന ദാവീദും വളരെ ജ്ഞാനിയും ഭക്തിയുമുള്ളവനായിരുന്നതിനാൽ ദാവീദും ആ വഴിയിൽ തന്നെ, ദൈവിക വഴിയിൽ തന്നെ ശലോമോനെ വളർത്തിക്കൊണ്ട് വന്നിരിക്കും. Solomon would have got his wisdom from God and from his father David. ആകയാൽ ശലോമോന് ദൈവത്തിങ്കൽ നിന്നും തന്റെ പിതാവായ ദാവീദിൽ നിന്നും ജ്ഞാനം പ്രാപിക്കുവാനിടയായി. Yesterday we saw from Proverbs chapter 31 that Lemuel was another name for Solomon, and his mother taught him many proverbs. ഇന്നലെ രാത്രികാലം സദൃശ്യവാക്യം 31 അധ്യായത്തിൽ നിന്ന് ശലോമോന്റെ മറ്റൊരു പേർ ലെമുവേൽ എന്നാകുന്നുവെന്നും അവന്റെ അമ്മ അനേക കാര്യങ്ങളെ തന്നെ തനിക്ക് പഠിപ്പിച്ചു കൊടുത്തു എന്ന് നാം കണ്ടു. So Solomon was brought up in a spiritual atmosphere where he could learn wisdom from God, from his father and from his mother. ആകയാൽ ശലോമോൻ വളർന്നു വന്ന അന്തരീക്ഷം ഒരു ആത്മീക അന്തരീക്ഷമായിരുന്നു. തനിക്ക് സ്വർഗസ്ഥനായ ദൈവത്തിങ്കിൽ നിന്നും തന്റെ പിതാവിങ്കിൽ നിന്നും തന്റെ മാതാവിങ്കിൽ നിന്നുമെല്ലാം അരുളപ്പാട് അല്ലെങ്കിൽ അവർ തന്നെ പഠിപ്പിക്കുവാനിടയായി തീർന്നു. Not only that, അത് മാത്രമല്ല, in the key verse that we read, Solomon himself gives instruction to all of us, to every Bible reader, train up your child in the way he should go. നാം വായിച്ച കുറിവാക്യത്തിൽ ശലോമോൻ നാം ഓരോരുത്തരോടും ഇപ്രകാരം പറയുന്നതായി നാം കണ്ടു: ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. Because when you train up a child in his childhood itself, when he grows up, he will keep to those habits, he will not depart from it. എന്തുകൊണ്ടെന്നാൽ ശിശുപ്രായത്തിൽ നിന്ന് തന്നെ, ബാല്യം മുതൽ തന്നെ ദൈവിക കാര്യങ്ങളിൽ അഭ്യസനം കൊടുത്താൽ വളർന്നു വരുമ്പോൾ അതേ ചുവടുകളിൽ ജീവിതമായി തീരുവാൻ ഇടയാകും. We don't know how many children Solomon had. ശലോമോന് എത്ര മക്കൾ ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് അറിയാൻ വയ്യ. But Solomon, who instructs us saying, teach your children wisdom, train them up well, how did he train up his children? എന്നാൽ ശലോമോൻ നമ്മോട് പ്രകാരം പറയുന്നതായി ഇവിടെ കണ്ടു: ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക എന്ന്. തന്റെ പുത്രരെ താൻ എങ്ങനെ അഭ്യസിപ്പിച്ചു? When we look at his heir Rehoboam, who took over the kingdom after Solomon's days, ശലോമോന്റെ രാജ്യത്വത്തിന് ശേഷം തന്റെ അനന്തര അവകാശിയായ രഹബയാമിന്റെ ജീവിതത്തിൽ നാം നോക്കുമ്പോൾ, although he became ruler of Israel, he was not a spiritual man. താൻ ഇസ്രായേലിന്റെ ഒരു ഭരണകർത്താവായി തീർന്നിട്ടും താൻ ഒരു ആത്മീകനായ വ്യക്തിയല്ലായിരുന്നു. He was not a man connected with God. താൻ ദൈവത്തോട് ബന്ധമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു. Israel was a theocracy. Theocracy means a kingdom ruled by God. God was king. ഇസ്രായേൽ എന്ന രാജ്യം അത് ദൈവത്താൽ നേരിട്ട് ഭരണം ചെയ്യപ്പെടുന്ന ഒരു രാജ്യത്വമുള്ള രാജ്യമായിരുന്നു. So although Solomon ruled, behind Solomon God ruled. ശലോമോൻ ഭരണം ചെയ്തുവെങ്കിലും അതിന്റെ പിൻപായി അത് ദൈവത്തിൽ കൂടിയാകുന്നു ഭരണം ചെയ്തത്. So it was very important that the king be connected with God, so that the subjects of Israel are ruled properly according to God's dictates. അതുകൊണ്ട് ഇസ്രായേൽ ഭരിക്കുന്ന ഒരു രാജാവ് ദൈവവുമായി യഥാർത്ഥമായ ബന്ധം പുലർത്തിയിരിക്കണം. ദൈവത്തിന്റെ വ്യവസ്ഥകൾക്കനുസരിച്ച് താൻ ഭരണം നടത്താവൂ എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമായിരുന്നു. But now when you look at Rehoboam's mother, she was an Ammonitess. എന്നാൽ രഹബയാമിന്റെ മാതാവിനെ പറ്റി നാം ചിന്തിച്ചാൽ താൻ ഒരു അമോന്യ സ്ത്രീയായിരുന്നു. So Solomon should have brought up Rehoboam in very carefully. അതുകൊണ്ട്
ഈ രഹബയാബിനെ ശലോമോൻ വളരെ സൂക്ഷ്മമായി ശ്രദ്ധയോടെ വളർത്തിക്കൊണ്ട് വരേണ്ടിയിരുന്നു. It was likely that Solomon knew in advance that Rehoboam was going to take the throne, was going to inherit the throne. രഹബയാമാകുന്നു അടുത്ത സിംഹാസനത്തിൽ ഇരിക്കുവാൻ പോകുന്നതെന്ന് ശലോമോൻ നല്ലവണ്ണം അറിഞ്ഞിരിക്കണം. Because we see when Rehoboam came to power, there was no competition. There was no one else trying for the throne. എന്തുകൊണ്ടെന്നാൽ രഹബയാം സിംഹാസനത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് മറ്റാരും അതിന് വിരോധമായി മത്സരിച്ചില്ല എന്ന് നാം കാണുന്നു. But we know when Rehoboam came to power, എന്നാൽ രഹബയാം അധികാരത്തിലേക്ക് വന്നതിന് ശേഷം a problem came in the country. അവരുടെ രാജ്യത്ത് ഒരു പ്രശ്നമുണ്ടായി. The Jews of the northern kingdom came to him and said, your father made our yoke heavy. Please lighten it for us. വടക്ക് ഭാഗത്ത് നിന്നുള്ള യഹൂദന്മാർ കടന്നു വന്ന് ഇപ്രകാരം പറഞ്ഞു, നിന്റെ പിതാവ്, നിന്റെ അപ്പൻ ഞങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന നുകം അത് ഭാരമുള്ളത്, അത് ഞങ്ങൾക്ക് കുറച്ചു തരണം. Please reduce the taxes. നുകം അല്ലെങ്കിൽ നികുതിയെല്ലാം കുറച്ചു തരണം. And we know that Rehoboam consulted two groups of people. രഹബയാം രണ്ട് കൂട്ടരോട് ആലോചന ചോദിച്ചു എന്ന് നമുക്കറിയാം. One was his father's contemporaries. ഒന്ന് തന്റെ പിതാവിന്റെ സമകാലിക പ്രായത്തിൽ ഉള്ളവരായിരുന്നു. And they gave him advice saying, if you want to gain the favor of the people, listen to them. അവർ ഇപ്രകാരം ആലോചന നൽകി, നിനക്ക് ജനം നിന്റെ പക്ഷത്ത് ചേരണമെങ്കിൽ അവർ പറഞ്ഞ അപേക്ഷയെ നീ നിവർത്തിച്ചു കൊടുക്കണം. Then again he took the counsel of his contemporaries. അതിനുശേഷം അവൻ തന്റെ സമപ്രായക്കാരോട് ആലോചന ചോദിച്ചു. And they said, no, don't listen to the people. You must subdue them. You must overcome them, threaten them. എന്നാൽ അവർ പ്രകാരം പറഞ്ഞു കൊടുത്തു, ജനത്തെ ഒന്നും നീ ശ്രദ്ധിക്കേണ്ട, നീ അവരെ കീഴടക്കി ഭരിക്കണം. Rehoboam did not have the wisdom that his father's contemporaries said the right thing. തന്റെ പിതാവിന്റെ പ്രായമുള്ളവർ ആ സമകാലികന്മാർ പറഞ്ഞതാകുന്നു ശരിയെന്ന് മനസ്സിലാക്കുവാനുള്ള ജ്ഞാനം രഹബയാബിന് ഇല്ലാതെ പോയി. Solomon had a great legacy or a great inheritance to hand over to his son. That was his own wisdom. ശലോമോൻ തന്റെ മകന് കൈമാറുവാൻ വലിയൊരു അവകാശം വെച്ചിരുന്നു. That was Solomon's wisdom. അത് ശലോമോന്റെ ജ്ഞാനം തന്നെയായിരുന്നു. But somewhere that wisdom evaporated and Solomon had nothing to hand over his son. എന്നാൽ എവിടെയോ ശലോമോന്റെ ജ്ഞാനം നഷ്ടപ്പെട്ടു പോയി. തന്റെ മകന് കൈമാറുവാൻ അവൻ ഒന്നും ഉണ്ടായിരുന്നില്ല. So that Rehoboam's wrong decision became a big fall, a weakness for Israel for many centuries after that. അതുകൊണ്ട് രഹബയാം കാണിച്ച ഭോഷത്വം ഇസ്രായേൽ മക്കൾക്ക് വലിയൊരു വീഴ്ചയ്ക്ക് കാരണമായി. അനേക നൂറ്റാണ്ടുകൾ അതിന്റെ അനന്തരഫലം അവർ അനുഭവിക്കേണ്ടി വന്നു. So even after that, after the kingdom was divided, അവരുടെ രാജ്യം വിഭാഗിച്ചതിന് ശേഷവും instead of reducing the taxes, നികുതികൾ കുറയ്ക്കുന്നതിന് പകരം he still tries to exercise power and sends a tax collector to the northern kingdom to receive money. വീണ്ടും ആ പണം ശേഖരിക്കേണ്ടതിനായി വടക്കൻ സാമ്രാജ്യത്തിലേക്ക് ഒരു പിരിവുകാരനെ താൻ അയക്കുകയുണ്ടായി. And then the northern king, the citizens of the northern kingdom stoned that tax collector to death. അങ്ങനെ ചുങ്കം പിരിക്കുവാനായി വന്ന ആ വ്യക്തിയെ വടക്കൻ മേഖലയിലുള്ളവർ കല്ലെറിഞ്ഞു കൊല്ലുവാനിടയായി തീർന്നു. Immediately Rehoboam collected an army and attempted to raid the northern kingdom. ഉടനെ തന്നെ രഹബയാം ഒരു സൈന്യത്തെ വിളിച്ചുകൂട്ടി ഈ വടക്കൻ സാമ്രാജ്യത്തെ കീഴടക്കുവാനായി കടന്നു ചെന്നു. Then a prophet called Shemaiah intervened and said, don't do that, they are brothers. God is saying don't do that. ഉടനെ ശെമയ്യാവ് എന്ന ഒരു പ്രവാചകൻ ഇതിനിടയിൽ വന്ന് ദൈവം അവരോട് കൂടിയുണ്ട്, ഇപ്പോൾ നീ ഇതിന് പുറപ്പെടേണ്ട എന്ന് വിലക്കുകയുണ്ടായി. Read 1 Kings chapter 12 verses 22 to 24. You will read what Shemaiah tells Rehoboam. ഒന്ന് രാജാക്കന്മാർ 12-ാം അധ്യായം 22-ാം വാക്യം 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ ശെമയ്യാവ് പറഞ്ഞത് എന്തെന്ന് നമുക്ക് വായിപ്പാൻ കഴിയും. It's a big portion, no time to read. അതൊരു വലിയ ഭാഗമായതുകൊണ്ട് ഇപ്പോൾ വായിക്കുവാൻ സമയമില്ല. But what we notice is, although God said don't do that, എന്നാൽ ഇവിടെ നാം മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ദൈവം തന്നെ നേരിട്ട് തന്നോട് പറയുന്നു, നീ അങ്ങനെ ചെയ്യരുത്. Don't go to fight with the northern kingdom. ആ വടക്കൻ സാമ്രാജ്യത്തോട് പോരാടുവാൻ നീ കടന്നു പോകരുത്. In that one time he obeyed.
ഒരു സമയത്ത് താൻ അനുസരിച്ചു. But later on he went to fight. എന്നാൽ അതിനുശേഷം അവരോട് യുദ്ധം ചെയ്യുവാനായി കടന്നുപോയി. Read 1 Kings chapter 14 and verse 30. 1 രാജാക്കന്മാർ 14 അധ്യായം 30 വാക്യം വായിക്കാം. രഹബിയാമിനും യെരോബിയാമിനും തമ്മിൽ ജീവപര്യന്തം യുദ്ധമുണ്ടായിരുന്നു. And there was war between Rehoboam and Jeroboam all their days. See, at that time there was no war. He returned to Jerusalem. But later on he started fighting and fighting and fighting all the days of his life. ആദ്യം ഈ അരുളപ്പാട് ലഭിച്ച സമയത്ത് രഹബയാം യുദ്ധത്തിന് പുറപ്പെട്ടില്ല. എന്നാൽ പിന്നീട് താൻ യുദ്ധം ചെയ്യുക മാത്രമല്ല ജീവപര്യന്തം അവരോട് യുദ്ധമുണ്ടായിരുന്നു എന്ന് നാം കാണുന്നു. So train up a child in the way he should go, but unfortunately Solomon did not give sufficient training to Rehoboam in spirituality. ആകയാൽ ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്ക എന്ന് പറഞ്ഞാലും ശലോമോൻ വേണ്ട വിധത്തിൽ ആത്മീകമായ തലത്തിൽ തന്റെ മകനെ പരിശീലിപ്പിക്കുകയോ അഭ്യസിപ്പിക്കുകയോ ചെയ്തില്ല. Although Israel was a theocracy, Rehoboam did not submit himself to God and his prophets and led the country in his own way. The land was divided. Even after it was divided, he didn't learn his lesson. ഇസ്രായേൽ രാജ്യം എന്നത് ദൈവത്താൽ നേരിട്ട് ഭരണം ചെയ്യപ്പെടേണ്ടുന്ന ഒരു രാജ്യമായിരുന്നിട്ടും രഹബയാം ദൈവത്തോട് നേരിട്ട് ബന്ധം പുലർത്താതെ രാജ്യം വിഭാഗിക്കപ്പെട്ടിട്ടും വീണ്ടും അവൻ പണത്തിനും നികുതിക്കും അധികമായി സ്വാധീനത ഉണ്ടാക്കി. So now let's come to our lives and learn a lesson from this. ഇതിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ നാം ഉൾക്കൊള്ളേണ്ടുന്ന പാഠത്തിലേക്ക് നമുക്ക് കടന്നു വരാം. We are people who have received extra wisdom that the common man does not have. നാം ദൈവത്തിന്റെ ജനമാകുന്ന നാം സാധാരണ മനുഷ്യർ പ്രാപിക്കുന്നതിലും അധികം ജ്ഞാനം പ്രാപിക്കേണ്ടുന്നവരാകുന്നു. That's that heavenly spiritual wisdom. അതാകുന്നു സ്വർഗീയമായ ആത്മീകമായ ജ്ഞാനം. We have got wisdom to see the invisible God. അദൃശ്യനായ ദൈവത്തെ കാണുവാനുള്ള ഒരു ജ്ഞാനം പ്രാപിച്ചവരാകുന്നു നാം. That's why we don't have one picture of Jesus, no statue of Jesus, not even a cross in our churches, because our eyes have been opened to connect with God spiritually. അതുകൊണ്ടാകുന്നു നാം യേശുവിന്റെ ചിത്രമോ അല്ലെങ്കിൽ ഒരു പ്രതിമയോ ക്രൂശിന്റെ ഒരു സ്തംഭമോ പടമോ ഒന്നും നമ്മുടെ ആരാധന സ്ഥലങ്ങളിൽ വയ്ക്കാത്തത്. നാം നമ്മുടെ അദൃശ്യമായ കണ്ണുകളാൽ നാം ദൈവത്തെ കാണുന്നവരാകുന്നു. Now we all have that vision of a country that we are going to after we die. നമ്മുടെ മരണത്തിന് ശേഷം നാം എല്ലാവരും കടന്നു പോകേണ്ടുന്ന ചെന്ന് ചേരേണ്ടുന്ന ആ രാജ്യത്തെ പറ്റി ഒരു ദർശനവും നമുക്കുണ്ട്. None of us seated here has seen New Jerusalem or Zion. ഇവിടെ ഇരിക്കുന്ന ആരും തന്നെ സിയോനോ പുതിയ യെരൂശലേമോ നേരിട്ട് കണ്ടവരല്ല. But we have sacrificed so much. Our faith is 100% on it, and we are progressing towards that place. എന്നാൽ നാം അതിനുവേണ്ടി അധികമായി ത്യാഗം ചെയ്തവരാകുന്നു. നാം 100% അതിനുവേണ്ടി പല കാര്യങ്ങളും വിട്ടുവീഴ്ച ചെയ്ത് അതിങ്കിലേക്ക് പ്രയാണം ചെയ്യുന്നവരാകുന്നു. Not only that, God has given us deep truths so that we can know how to live here, so that we can get to our heavenly destination safely. നമ്മുടെ സ്വർഗീയ ലക്ഷ്യസ്ഥാനത്തേക്ക് നാം എങ്ങനെ സുരക്ഷിതമായി എത്തിച്ചേരേണ്ടതിനായി ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ അതിനുവേണ്ട സകല ഉപദേശങ്ങളെയും ദൈവം നമുക്ക് നൽകുകയും ഉണ്ട്. From the scriptures, our forefathers servants of God have taught us so many things, and we have got so much wisdom, and we are on the way to that invisible city. തിരുവെഴുത്തുകളിൽ നിന്നും നമ്മുടെ പൂർവ്വപിതാക്കന്മാരിൽ നിന്നും വിശുദ്ധന്മാരിൽ നിന്നും അനേക കാര്യങ്ങൾ നാം പഠിച്ചുകൊണ്ട് നാം ഇപ്പോൾ ആ സ്വർഗീയമായ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്രയിൽ മുന്നേറുകയാകുന്നു. But how are we teaching this to our children? എന്നാൽ എങ്ങനെയാകുന്നു നാം ഇത് നമ്മുടെ കുഞ്ഞുങ്ങളെ അഭ്യസിപ്പിക്കുന്നത്? So are we bringing up our children in the way they should go, so that they might not depart from it when they are old? അവർ വൃദ്ധരായാലും അത് വിട്ടുമാറാകാത്ത വിധത്തിൽ നാം അവരെ ആ രീതിയിൽ ഇപ്പോൾ അഭ്യസനം നടത്തുന്നുണ്ടോ? There are 9 gifts of the Spirit. ആത്മാവിന്റെ 9 വരങ്ങളുണ്ട്. The first 2 gifts are called word of wisdom and word of knowledge. ആദ്യത്തെ 2 വരമെന്നത് ജ്ഞാനത്തിന്റെ വരവും പരിജ്ഞാനത്തിന്റെ വരവുമാകുന്നു. So one pastor interpreted these the first 2 gifts like this. ഒരു പാസ്റ്റർ ആദ്യത്തെ 2 വരത്തിന് ഇപ്രകാരം ഒരു വിവരണം നൽകി. Word of wisdom is a gift where we know about the place that God is preparing for us. ജ്ഞാനത്തിന്റെ വചനം എന്നത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന ആ സ്ഥലത്തെ പറ്റി അറിയുന്നതാകുന്നു. It gives us an understanding about heaven and the details
details of heaven and about New Jerusalem. നാം സ്വർഗത്തെ പറ്റി അഥവാ പുതിയ യെരുശലേമിനെ പറ്റി ഉള്ള വിവരണങ്ങൾ നൽകുന്നതാകുന്നു അത്. The word of knowledge is an understanding on not just knowing what is in heaven or where heaven is and so on, but how to get there. എന്നാൽ പരിജ്ഞാനത്തിന്റെ വചനം അല്ലെങ്കിൽ വരം എന്നത് ആ സ്ഥലത്തെ പറ്റി അറിയുക മാത്രമല്ല, എങ്ങനെ അവിടെ ചെന്ന് ചേരാം എന്നുള്ളതാകുന്നു. The word of wisdom is a gift that is works in like an architect. That means he knows how to draw the plan of a building. ജ്ഞാനത്തിന്റെ വചനം എന്നത് ഒരു കെട്ടിടം പണിയുന്ന ഒരു നിപുണൻ താൻ ഒരു ചിത്രം വരയ്ക്കുമ്പോൾ എങ്ങനെ ആ കെട്ടിടമായിരിക്കണം എന്ന് തന്റെ മനസ്സിലുള്ള പദ്ധതി പോലെയാകുന്നു. So those who have the word of wisdom are like architects. They know the plan of God and they are able to reveal it to others. ആകയാൽ ജ്ഞാനത്തിന്റെ വചനം അറിയുന്നവർക്ക് ദൈവത്തിന്റെ പദ്ധതി അവരുടെ മനസ്സിൽ ഉണ്ടായിരിക്കും. സ്വർഗീയ പാർപ്പിടത്തെ പറ്റിയുള്ള ഒരു പ്ലാൻ അവരിൽ ഉണ്ടായിരിക്കും. But those who have the word of knowledge, they are like the engineer who execute that plan and bring the building into reality. എന്നാൽ പരിജ്ഞാനത്തിന്റെ വചനമുള്ളവർ എഞ്ചിനീയർമാരെ പോലെ ആ പ്ലാൻ പദ്ധതി പ്രായോഗികമായ തലത്തിൽ കൊണ്ടുവന്ന് അത് പൂർണ്ണമായി അക്ഷരീകമായി അത് നിവർത്തിക്കുക എന്നതാകുന്നു. In the same way, we are all recipients. We are receiving that word of wisdom and word of knowledge. We should know about heaven, about New Jerusalem, about Zion, and also know on how to get there. അതേപോലെ നാം ഈ ജ്ഞാനത്തിന്റെ വചനവും പരിജ്ഞാനത്തിന്റെ വചനവും എല്ലാം പ്രാപിക്കുന്നവരാകുന്നു. ഇത് നാം പ്രാപിച്ച് ആ സ്ഥലത്തെ പറ്റി പൂർണ്ണമായി അറിവുള്ളവരും അവിടെ ചെന്ന് ചേരേണ്ടതിനുള്ള വ്യവസ്ഥകൾ പാലിക്കേണ്ടുന്നവരുമാകുന്നു. Are we seeing training up our children in a way that they are going to go to that place that God has foreordained for them? ദൈവം അവർക്കായി നിയമിച്ചു വെച്ചിരിക്കുന്ന ആ സ്ഥലത്തേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ കടന്നു ചെല്ലേണ്ടതിനായി അവരെ ആ രീതിയിൽ അഭ്യസിപ്പിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? Jesus said, in my Father's house there are many mansions for so many Old Testament saints and born again Christians, but I am going there to prepare a specific place for you. യേശു ഇപ്രകാരം പറയുകയുണ്ടായി, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, പഴയ നിയമ വിശുദ്ധന്മാർക്കും പല സ്ഥലങ്ങളുണ്ട്, എന്നാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. For born again Christians also there are many mansions. വീണ്ടും ജനനം പ്രാപിച്ച ക്രിസ്ത്യാനികൾക്കും അനേക വാസസ്ഥലമുണ്ട്. But I am going to prepare a special place for you. എന്നാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. Are we preparing our children for that special place? എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നാം അവരെ ആ പ്രത്യേക സ്ഥലത്തിന് വേണ്ടി നാം ഒരുക്കുന്നുണ്ടോ? How is the personal prayer life of our children? നമ്മുടെ കുഞ്ഞുങ്ങളുടെ വ്യക്തിഗതമായ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയിരിക്കുന്നു? How are our children connected with God? നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെ ദൈവത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു? Rehoboam was not connected with God. He was full of his own self. രഹബിയാം ദൈവത്തോട് യാതൊരു ബന്ധവും പുലർത്തിയില്ല, മുഴുവനും അവൻ സ്വയത്താൽ നിറഞ്ഞിരുന്നു. He didn't even know whom to go and ask counsel. He went and asked the wrong people and became a big trouble in Israel's history. ആരോട് പോയി ആലോചന ചോദിക്കണമെന്ന് പോലും അവന് അറിവുണ്ടായിരുന്നില്ല. തെറ്റായ ഒരു കൂട്ടരോട് പോയി ആലോചന ചോദിച്ചു. അത് നിമിത്തം രാജ്യത്ത് വലിയ പ്രയാസങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. There is something called routine prayer. കടമയ്ക്ക് വേണ്ടി ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്നതായ പ്രാർത്ഥന എന്നൊന്നുണ്ട്. We can pray for 1 hour without being connected with God at all. ഒരു മണിക്കൂർ തുടർച്ചയായി ദൈവത്തോട് യാതൊരു ബന്ധവുമില്ലാതെ പ്രാർത്ഥിക്കുവാൻ കഴിയും. That's what the Bible calls a form of godliness. അതാകുന്നു വേദപുസ്തകം ഇപ്രകാരം പറയുന്നത് ദൈവഭക്തിയുടെ വേഷം. So it looks like prayer, but there is no connectivity there. അത് ഒരു പ്രാർത്ഥന പോലെ തോന്നിയേക്കാം, എന്നാൽ ദൈവവുമായി യാതൊരു ബന്ധവും ഉണ്ടായിരിക്കില്ല. As we heard yesterday, we can read the Bible 5 chapters without here finding God's word for us. ഇന്നലെ രാത്രി നാം കേട്ടതുപോലെ 5 അധ്യായങ്ങൾ ഒരു ദിവസം നമുക്ക് തുടർച്ചയായി വായിക്കുവാൻ കഴിഞ്ഞേക്കാം. അതിൽ നിന്ന് ഒരു വചനം പോലും നമുക്ക് വേണ്ടി നാം കണ്ടുപിടിക്കാത്തത് തന്നെ. Do we inquire about our children? Did you hear God's voice today? നാം നമ്മുടെ കുഞ്ഞുങ്ങളോട് ഇപ്രകാരം അന്വേഷിക്കാറുണ്ടോ, നീ ഇന്ന് ദൈവത്തിന്റെ ശബ്ദം കേട്ടുവോ? How are our children in evangelizing and telling others about the truth? നമ്മുടെ കുഞ്ഞുങ്ങൾ മറ്റുള്ളവരോട് സുവിശേഷം പങ്കുവെക്കുന്നതിൽ, സത്യം പ്രസ്താവിക്കുന്നതിൽ എപ്രകാരമായിരിക്കുന്നു? Telling others about Jesus is not an option, it is compulsory. മറ്റുള്ളവരോട് യേശുവിനെ പറ്റി പറയുക എന്നത് ഏതോ ഒരു കാര്യം മാത്രമല്ല, അതൊരു നിർബന്ധമായ ഒരു കാര്യമാകുന്നു. Our children are connected constantly with their friends through mobile phones and social networking
websites and so on, how much of Jesus is spreading through those friendships? നമ്മുടെ കുഞ്ഞുങ്ങൾ തുടർച്ചയായി മൊബൈൽ ഫോണിലും മറ്റ് സാമൂഹ്യമായ മാധ്യമങ്ങളിൽ കൂടി അനേക കൂട്ടുകാർ സ്നേഹിതരോട് എപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കുകയാകുന്നു. എന്നാൽ ഇതിലെല്ലാം അവർ യേശുവിനെ എത്രത്തോളം പങ്കുവയ്ക്കുന്നു? So these are the practical ways, the word of knowledge that they should have on how to get there. Without these things they are not going to get there. ഇതെല്ലാം പരിജ്ഞാനത്തിന്റെ വചനമാകുന്നു. ഇതില്ലാതെ അവിടേക്ക് പ്രായോഗികമായി ആ സ്ഥാനത്തേക്ക് ചെന്നെത്തുവാൻ കഴിയുകയില്ല. We are going to see how we have entered into a big deception where we think worldly blessings is acceptance by God. നാം വലിയ മറ്റൊരു സത്യത്തെ കാണുവാൻ പോകുന്നു. ലോകപ്രകാരമുള്ള അനുഗ്രഹങ്ങൾ അത് ദൈവത്താൽ സ്വീകരിക്കപ്പെടുന്നു എന്നുള്ള ഒരു വലിയ വഞ്ചന. That is if we are worldly blessed in the worldly manner, good studies, good job, good salary, it means God has blessed us. Not at all. അതായത് ലോകപ്രകാരം നല്ല വിദ്യാഭ്യാസം, നല്ല ജോലി, നല്ല ശമ്പളം ഇതൊക്കെ ലഭിച്ചാൽ ദൈവത്താൽ പൂർണ്ണമായി അനുഗ്രഹിക്കപ്പെട്ടു കഴിഞ്ഞു എന്നുള്ള ഒരു തെറ്റിദ്ധാരണയാകുന്നു. That is not at all true. We are going to see a little later. അത് അല്പം പോലും ശരിയല്ല എന്നത് അല്പസമയത്തിനുള്ളിൽ നാം കാണുവാൻ പോകുന്നു. We must bring up our children so that they retain their spiritual wisdom that our forefathers have got. നമ്മുടെ മുൻപിതാക്കന്മാർ പ്രാപിച്ച ആ ദൈവീക ജ്ഞാനം പ്രാപിക്കത്തക്ക വിധത്തിൽ നാം നമ്മുടെ കുഞ്ഞുങ്ങളെ അഭ്യസിപ്പിച്ചു കൊണ്ടുവരണം. One day our late pastor Teju was narrating an incident. ഒരു ദിവസം കർത്താവിൽ നിദ്ര പ്രാപിച്ച നമ്മുടെ പാസ്റ്റർ ടിയു അപ്പച്ചൻ അവர்கள் ഒരു സംഭവത്തെ പറ്റി പറയുകയായിരുന്നു. He was serving God in Bombay in Villa Parla. He saw a sight. താൻ ബോംബെയിൽ വിലേപാർല എന്ന സ്ഥലത്ത് കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരു കാഴ്ച കാണുവാനിടയായി തീർന്നു. A Muslim woman was carrying a baby in her arms. Baby was wailing for hours, but she was kind of patting the baby and walking up and down. ഒരു മുസ്ലിം സ്ത്രീ തന്റെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. ആ കുഞ്ഞ് അനേക നേരം കൊണ്ട് കരഞ്ഞ് വിലപിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ഈ മാതാവ് അതിനെ തട്ടി സാന്ത്വനിപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരുന്നു. So pastor went to that woman and said, "Why is the child crying like this?" ഉടനെ പാസ്റ്റർ നേരിട്ട് ആ സ്ത്രീയുടെ അടുക്കൽ ചെന്ന് ഈ കുഞ്ഞ് എന്താണ് ഇങ്ങനെ കരയുന്നതെന്ന് ചോദിച്ചു. It wants milk. അതിന് പാൽ ആവശ്യമായിരിക്കുന്നു. Why don't you give it milk then? എന്തുകൊണ്ട് നിങ്ങൾ പാൽ നൽകുന്നില്ല? No sir, it's Ramzan season. അത് ഇപ്പോൾ റംസാന്റെ സമയമായിരിക്കുന്നത് കൊണ്ട് നൽകുന്നില്ല എന്ന് പറഞ്ഞു. My baby also should follow Ramzan strictly. Even if it cries, I will not give it milk only after 6 o'clock. എന്റെ ശിശു, എന്റെ പൈതൽ പോലും റംസാൻ ആചരിക്കണമെന്ന് എനിക്ക് നിർബന്ധമാകുന്നു. 6 മണിക്ക് ശേഷമേ ഞാൻ ഇതിന് പാൽ കൊടുക്കുകയുള്ളൂ. We don't wake up our children for 4 o'clock praising. Are we bringing up our children in the wrong kind of sympathy? In the name of love and compassion, are we destroying their souls? സ്നേഹത്തിന്റെയും മനസ്സലിവിന്റെയും പേരിൽ നാം നമ്മുടെ കുഞ്ഞുങ്ങളെ തെറ്റായിട്ടല്ലേ വളർത്തിക്കൊണ്ടുവരുന്നത്? അതിരാവിലെ പ്രഭാതത്തിലുള്ള സ്തോത്ര ആരാധനയ്ക്ക് പോലും അവരെ എഴുന്നേൽപ്പിക്കുവാൻ നമുക്ക് മനസ്സില്ലല്ലോ. Do our children fast when we fast? നാം ഉപവസിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഉപവസിക്കാറുണ്ടോ? Look at the zeal of those Muslims. ആ മുസ്ലിങ്ങളുടെ തീഷ്ണത, എരിവ് എപ്രകാരമായിരിക്കുന്നു എന്ന് നിങ്ങൾ നോക്കുക. Today even our youngsters can't fast on Saturday nights and Sunday morning. Something must go into their stomach all the time. ഇന്ന് നമ്മുടെ യൗവനക്കാർക്ക് പോലും ശനിയാഴ്ച രാത്രിയും ഞായറാഴ്ച രാവിലെയും കൂടി ഉപവാസം എടുക്കുവാൻ കഴിയാതിരിക്കുന്നു. എന്തെങ്കിലും ഒന്ന് അവരുടെ വയറ്റിനുള്ളിലേക്ക് ചെന്നേ മതിയാകൂ. This is part of God's counsel on how we should get to New Jerusalem and Zion. ഇതെല്ലാം നാം എങ്ങനെ പുതിയ യെരൂശലേം സിയോനിലേക്ക് ചെന്ന് ചേരണമെന്നുള്ള ദൈവിക ആലോചനയുടെ ഒരു ഭാഗം മാത്രമാകുന്നു. See, we are going to hand over this church to our children, and if our children are not up to the mark, we are destroying the church. നാം ഈ സഭയെ ഒരു കാലത്ത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൈകളിലേക്ക് എടുത്ത് കൊടുക്കുകയാകുന്നു. എന്നാൽ ഇപ്പോൾ അതിനേറ്റ പരിശീലനം നാം നൽകുന്നില്ലെങ്കിൽ നമ്മുടെ സഭയെ നാം തന്നെ നശിപ്പിക്കുകയാകുന്നു. Some parents are very proud about their children. ചില മാതാപിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങളെ പറ്റി വളരെ നിഗളികളാകുന്നു.
Pastor, our child, he knows how to operate the mobile phone. We only know the green button and red button, but our child will go inside. We don't know anything. അവർ പ്രകാരം പറയുവാനിടയായി തീരും, പാസ്റ്റർ, ഞങ്ങളുടെ ഞങ്ങൾക്ക് അതിന്റെ ചുവപ്പ് ബട്ടണും പച്ച ബട്ടണും മാത്രമേ അറിയുകയുള്ളൂ. എന്നാൽ അവർ അതിന്റെ ഉള്ളിലേക്കെല്ലാം ചെന്ന് അത് ഏതെല്ലാം വിധത്തിൽ അത് പ്രവർത്തിപ്പിക്കണം, നിയന്ത്രിക്കണം എന്നെല്ലാം എന്റെ കുഞ്ഞുങ്ങൾക്ക് നന്നായി അറിയാം. You think that's great? അതേതോ വലിയ കാര്യമെന്ന് നീ ചിന്തിക്കുന്നുവോ? That's dangerous. അത് ഏറ്റവും അപകടകരമായ കാര്യമാകുന്നു. Your children don't know the Bible verses and the spiritual knowledge that you know, but they know the electronics that you don't know. That's dangerous. നിങ്ങൾക്കറിയാവുന്ന തിരുവചനങ്ങളും തിരുവെഴുത്തുകളും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അറിയാൻ വയ്യ. എന്നാൽ നിങ്ങൾക്ക് അറിയുവാൻ കഴിയാത്ത ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെ ഉപയോഗത്തെ പറ്റി നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വിവരമായി പഠിച്ചു വെച്ചിരിക്കുന്നു. In that same Proverbs chapter 22 and verse 3, we read that wisdom is to see far away, far ahead. അതേ സദൃശവാക്യം 22 അധ്യായം 3 വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു, ജ്ഞാനം എന്നത് to see far away, വളരെ വിദൂരമായി കാണുന്നതാകുന്നു. A wise man can foresee evil and hide himself. ഒരു വിവേകമുള്ളവൻ അനർത്ഥം കണ്ട് അവൻ തന്നെത്താൻ ഒളിച്ചുകൊള്ളുന്നു. But our children, in the name of entertaining themselves with these electronic gadgets, are not foreseeing evil. They are walking right into a trap. എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ വിനോദങ്ങൾ എന്ന പേരിൽ നേരെ ചെന്ന് അനർത്ഥത്തിലേക്ക് പെടുന്നു. So we have to be very careful. Wisdom is to bring up our children in godliness. ആകയാൽ നാം വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. ജ്ഞാനം എന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവിക ഭക്തിയിൽ വളർത്തുന്നതായിരിക്കണം. Just think of our children who are only concerned about studies and about becoming big in this world. How are they going to handle this church in the future after our days if the Lord tarries? കർത്താവിന്റെ വരവ് താമസിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇപ്പോഴത്തെ വിദ്യാഭ്യാസം മാത്രം കൈക്കൊണ്ട് ആ രീതിയിൽ വളർന്നു വരുന്നുവെങ്കിൽ ഭാവിയിൽ അവർ എങ്ങനെ ഈ സഭയിൽ ഒരു സഹായകമായിരിക്കും? In a relay race, a baton, a stick is handed over to one runner after the other. ഒരു ഓട്ടപന്തയത്തിൽ അവർ കൈമാറുന്ന ഒരു ബാറ്റൺ ഉണ്ട്. In a relay race, not ordinary race. Relay race means many runners, one after the other, will run. ഒരു റിലേ ഓട്ടപന്തയത്തിൽ ഒരു ഓടുന്നവർ അനേകരാകുന്നു. അവർ ബാറ്റൺ കൈമാറുകയും ചെയ്യും. You say, where will the best runner be? അപ്പോൾ നിങ്ങൾ പറയുക, ഏറ്റവും നല്ല ഓട്ടക്കാരൻ എവിടെയായിരിക്കും? Will he be in the first or in the end? താൻ ആദ്യമായിരിക്കുമോ അവസാനമായിരിക്കുമോ? He will be in the end. അവൻ അവസാനമായിരിക്കും. In case the previous runners delay for any reason, the best runner has to make up in the end. ഒരു പക്ഷേ മുൻപ് ഓടിയവർ എന്തെങ്കിലും കുറവുകൾ അല്ലെങ്കിൽ താമസം അവർക്ക് നേരിട്ടെങ്കിൽ അവസാനം ഓടുന്ന വ്യക്തി അതും കൂടി പരിഹരിച്ചായിരിക്കണം ലക്ഷ്യത്തിലെത്തേണ്ടത്. The church is running a relay race. ഇപ്പോൾ ഈ സഭയും ഇപ്രകാരം ഒരു ഓട്ടപന്തയത്തിലാകുന്നു. Our forefathers ran and gave over the torch to their children, and they gave over the torch to their children. Now the torch is in our hands. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അവർ ഓടി, അവർ ആ ദീപശിഖ അവരുടെ തലമുറയ്ക്ക് കൈമാറി, അവർ അവരുടെ തലമുറയ്ക്ക് കൈമാറി. ഇപ്പോൾ അത് നമ്മുടെ കയ്യിൽ എത്തിയിരിക്കുന്നു. And now we are handing it over to the last generation. ഇപ്പോൾ നാം അവസാന തലമുറയിലേക്ക് അതിനെ കൈമാറുവാൻ പോകുന്നു. In a real relay race, the best runners are in the end, but in the church race, the worst runners are in the end. ഒരു യഥാർത്ഥമായ ലോകപ്രകാരമായിട്ടുള്ള ഒരു ഓട്ടം പന്തയത്തിൽ ഏറ്റവും നല്ലപോലെ ഓടുന്നവർ അവസാനമായിരിക്കും. എന്നാൽ നമ്മുടെ സഭയുടെ അവസ്ഥയിൽ ഏറ്റവും നല്ലപോലെ ഓടിയവർ അവർ ആദ്യമായിരുന്നു. Just like in David's days and Solomon's days, somehow the country was won, but when it was handed over to Rehoboam, he destroyed the country. ദാവീദിന്റെയും ശലോമോന്റെ നാളുകളിൽ രാജ്യത്വം ഒന്നായിരുന്നുവെങ്കിലും രഹബയാമിന്റെ കാലത്തിലേക്ക് വന്നപ്പോൾ രാജ്യം വിഭജിക്കപ്പെട്ടു പോയി. All of us seated here must humbly acknowledge this truth, that our church is reducing quickly in its quality. നാം എല്ലാവരും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഇന്ന് രാത്രികാലം മനഃപൂർവ്വമായി സമ്മതിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ സഭയുടെ ഓരോരോ സവിശേഷതകൾ കുറഞ്ഞുകൊണ്ടേ വരുന്നു. We had a center pastor in Tamil Nadu who used to often say, the church is dying. നമുക്ക് തമിഴ്നാട്ടിൽ ഒരു സെൻട്രൽ പാസ്റ്റർ ഉണ്ട്. താൻ എപ്പോഴും ഇപ്രകാരം പറയും, നമ്മുടെ സഭ മരിച്ചുകൊണ്ടേ വരുന്നു. So in the last lap, that means somewhere the previous runners have slowed down, and now the last runners have to pick up
and run faster than their forefathers. എവിടെയോ നേരത്തെ ഓടിയവർ അല്പമായി താമസിച്ചതുകൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഇനിയും ഓടുന്നവർ അധികം വേഗമായി കരുതലോടെ ഓടേണ്ടിയിരിക്കുന്നു. So our church is going to be, the dying church is going to be handed over to our children. Are they capable of picking up this dying church and restoring it to its former glory? ഇപ്രകാരം മരിക്കുവാൻ പോകുന്ന ഒരു സഭയെ നാം എടുത്ത് നമ്മുടെ തലമുറയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ വീണ്ടും അതിനെ ജീവിപ്പിക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്കാകുമോ? In the Bible we read of so many churches. വേദപുസ്തകത്തിൽ അനേക സഭകളെ പറ്റി നാം വായിക്കുന്നു. The church at Rome, റോമിലുള്ള സഭ, church at Corinth, കോരിന്തിയിലുള്ള സഭ, church at Ephesus, എഫെസോസിലുള്ള സഭ, church at Smyrna, സ്മുർണയിലുള്ള സഭ. Now let me ask you a question. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. So many churches in the Bible. ബൈബിളിൽ ഇപ്രകാരം അനേക സഭകളെ പറ്റി പരാമർശിച്ചിരിക്കുന്നു. Where are those churches today? ഇന്ന് ആ സഭകളെല്ലാം എവിടെ? If you look at the history of the churches, there are no churches at all in some places. സഭയുടെ ചരിത്രം വ്യക്തമായി പരിശോധിച്ചാൽ ഈ പറഞ്ഞതിൽ ചില സഭകൾ ഇപ്പോൾ അപ്രകാരം ഒരു സഭയേ ഇല്ല. Some churches have become historical monuments, just a cathedral there. ചില സഭകൾ ഒരു ചരിത്ര സ്മാരകങ്ങളായി ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ അവശേഷിക്കുന്നു. Some churches, there are broken down buildings, just the remains of an old church remain there. ചില സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള സഭകളുടെ കെട്ടിടങ്ങൾ പൊളിച്ച് അതിന്റെ ഏതോ അവശിഷ്ടങ്ങൾ മാത്രമായി നിലകൊള്ളുന്നു. Some churches where there were churches have now become Islamic countries. എന്നാൽ മറ്റു ചില സഭകളിൽ അത് മുസ്ലിങ്ങൾ രാജ്യങ്ങളായി, that area itself has become an Islam. ആ സ്ഥലം മുഴുവനുമായി ഇപ്പോൾ മുസ്ലിങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന അവസ്ഥയിലായിരിക്കുന്നു. We all know of one church. എന്നാൽ നമുക്ക് എല്ലാവർക്കും ഒരു സഭയെ പറ്റി അറിയാം. It grew up as a Pentecostal church. അതൊരു പെന്തക്കോസ്ത് സഭയായി വളർന്നു വന്നു. Slowly after 1st, 2nd, 3rd century it failed and deteriorated, and today the Bible calls it Babylon the Great. അത് 2ാം നൂറ്റാണ്ടിലും 3ാം നൂറ്റാണ്ടിലും അതിന്റെ സവിശേഷതകൾ ഒന്നൊന്നായി നഷ്ടപ്പെട്ട് നശിച്ചു പോയി ഇപ്പോൾ വേദപുസ്തകം അതിനെ വിളിക്കുന്നു മഹദിയാം ബാബിലോൺ. It is a fallen church. It's become a habitation of demons. അത് ഒരു വീണുപോയ സഭയാകുന്നു. അത് പിശാചുക്കളുടെ ആവാസ കേന്ദ്രമാകുന്നു. How are we managing our church? എങ്ങനെയാകുന്നു നമ്മുടെ സഭയെ നാം പരിപാലിച്ചു കൊണ്ടുവരുന്നത്? Just like Israel was a theocracy, the church is a theocracy. ഇസ്രായേൽ ദൈവത്താൽ നേരിട്ട് ഭരണം ചെയ്യുന്ന ഒരു സാമ്രാജ്യം പോലെ ആയതുപോലെ സഭയും അപ്രകാരമായിരിക്കണം. How are we bringing up the church like David and Solomon, who kept it in unity, or like Rehoboam, who destroyed it and divided it? ദാവീദും ശലോമോനും തങ്ങളുടെ രാജ്യത്തെ ഏത് വിധേനയും ഒന്നാക്കി ഐക്യമാക്കി കൊണ്ടുപോയതുപോലെയോ അതോ രഹബയാം രാജ്യത്തെ വിഭാഗിച്ച് കൊടുത്തതുപോലെയോ ആയിരിക്കുന്നു. For a couple of minutes shall we close our eyes? ചില മിനിറ്റുകൾക്ക് മാത്രം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. I told you yesterday, God told me, pray for the youngsters. ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ദൈവം എന്നോട് പറഞ്ഞതായ ഒരു കാര്യം, യൗവനക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. Our youngsters should handle this church in holiness. നമ്മുടെ യൗവനക്കാർ ഈ സഭയെ വിശുദ്ധിയിൽ പാലിക്കേണ്ടുന്നവരാകുന്നു. Our youngsters should protect the consecration of our forefathers. നമ്മുടെ യൗവനക്കാർ നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ പ്രതിഷ്ഠയെ കാത്തു സൂക്ഷിക്കേണ്ടതാകുന്നു. Our youngsters should be connected with our God. നമ്മുടെ യൗവനക്കാർ ദൈവത്തോട് പൂർണ്ണമായി ബന്ധം പുലർത്തേണ്ടുന്നവരാകുന്നു. Our youngsters should stand for the truth like divine healing. നമ്മുടെ യൗവനക്കാർ ദൈവിക രോഗശാന്തി എന്ന ശ്രേഷ്ഠമേറിയ സത്യത്തിന് വേണ്ടി നിലകൊള്ളേണ്ടുന്നവരാകുന്നു. Our youngsters should be capable of picking up this dying church and restore it to perfection. നമ്മുടെ യൗവനക്കാർ ഈ മരിക്കുവാൻ പോകുന്ന സഭയെ എഴുന്നേൽപ്പിച്ച് ജീവനോടെ നിലനിർത്തേണ്ടുന്നവരാകുന്നു. God should give us all that wisdom to train up our children so that they might preserve this church. ദൈവം നമുക്ക് എല്ലാവർക്കും നമ്മുടെ കുഞ്ഞുങ്ങളെ യൗവനക്കാരെ ഈ വിധത്തിൽ അഭ്യസനം കൊടുത്ത് അവർ സഭയെ അപ്രകാരം വളർത്തിക്കൊണ്ട് വരുവാൻ ഇടയാക്കി തീർക്കണം. For that let us surrender ourselves and praise God. അതിനായി നമ്മെ തന്നെ നാം സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് അല്പസമയം ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്യാം. Stotra. Praise you Lord. Praise you Lord. Puramau shamakatudam karamani anamakarabani atuda. Sharamankaratudam karamani atuda. Thank you Lord. We praise you Lord. We praise you Lord. Puramau shamakatidam karaba. Rabahasankuribina mankalamani anamatuda. Thank you Jesus. We praise you Lord. Stotra Jesus. Puramau shamakarabani atuda. Amen. You know how China became a communist country?
ചൈന എങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായി എന്ന് നിങ്ങൾക്കറിയാമോ? They gave comics and stories of communism to little children. അവർ തീരെ ബാല്യപ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് കമ്മ്യൂണിസത്തെ പറ്റിയുള്ള ലഘുലേഖകളും പാഠ്യപദ്ധതികളും നൽകുകയുണ്ടായി. So they were indoctrinated in their childhood. When they grew up, they became communists. അവർ ആ വിധത്തിൽ ഉപദേശിക്കപ്പെട്ട് വളർത്തപ്പെടുകയുണ്ടായി. അങ്ങനെ അവർ വളർന്നു വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായി തീർന്നു. It is true even in the negative sense. Train up your child in the way he should go. When he is old, he will not depart from it. You teach him good, he will not depart from good. You teach him bad things, he will not depart from it. നിഷേധാത്മകമായ വിധത്തിലും അത് ശരിയാകുന്നു. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അഭ്യസിപ്പിച്ചാൽ അത് വിട്ടുമാറുകയില്ല. നല്ലത് പറഞ്ഞുകൊടുത്ത് ആ രീതിയിൽ അഭ്യസിപ്പിച്ചാൽ അത് വിട്ടുമാറുകയില്ല. ചീത്തയായ കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത് അങ്ങനെ അഭ്യസിപ്പിച്ചാൽ അതിൽ നിന്നും പിന്മാറുകയില്ല. Pharaoh tried this with the Israelites when they were his captives. ഫറവോൻ ഇസ്രായേൽ മക്കൾ തന്റെ അടിമകളായിരുന്നപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കി. When plague after plague hit his country, ബാധ ഒന്നിനു പിറകെ ഒന്നായി വന്ന തന്റെ രാജ്യത്തിൽ ആഞ്ഞടിച്ചപ്പോൾ he came to Moses and wanted to compromise. താൻ മോശയുടെ അടുക്കലേക്ക് കടന്നു വന്ന് ഒരു ഒത്തുതീർപ്പിന് ശ്രമിച്ചു. He said, let the men go. പുരുഷന്മാർ പോകട്ടെ എന്ന് പറഞ്ഞു. In other words, let your children stay behind. മറ്റു മറുവാക്കുകളിൽ പറഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇവിടെ നിൽക്കട്ടെ. So these are clues of the strategies of the devil. God has hidden these in the scriptures for us to understand how our enemy will attack us. ഇതെല്ലാം ദൈവവചനത്തിൽ അടങ്ങിയിരിക്കുന്ന തെളിവുകളാകുന്നു. ശത്രു എങ്ങനെയൊക്കെ നമ്മെ ആക്രമിക്കാൻ ശത്രുവിന് തന്ത്രങ്ങൾ ഉണ്ടെന്ന് ദൈവം നമ്മെ മനസ്സിലാക്കുവാൻ വേണ്ടി വെച്ചിരിക്കുന്നതാകുന്നു. If he can't attack us, he'll attack our children. അവർക്ക് ശത്രുവിന് നമ്മെ ആക്രമിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ആക്രമിക്കും. We can't get the church in this generation, at least he can get the church in the next generation. ഒരുപക്ഷേ ഈ തലമുറയിൽ സഭയെ പിടിച്ചടക്കുവാൻ ശത്രുവിന് കഴിയുന്നില്ലെങ്കിൽ ഭാവിയിൽ മറ്റൊരു തലമുറയിൽ ശത്രുവിന് അത് കഴിഞ്ഞേക്കാം. So just like the first century church deteriorated and went into backsliding, how do we know that if we are careless, this church will not go into backsliding? ആദ്യ നൂറ്റാണ്ടിലെ സഭ അതിന്റെ സവിശേഷതകളെല്ലാം വിട്ട് അതിന്റെ മൂല്യത്തെ വെടിഞ്ഞ് മങ്ങി ഒന്നുമില്ലാതായി തീർന്നതുപോലെ നമ്മുടെ സഭയും അങ്ങനെയായി തീരുകയില്ലെന്ന് നമുക്ക് എങ്ങനെ ഉറപ്പ് പറയുവാൻ കഴിയും? So we all have a great responsibility in protecting this church. ആകയാൽ നമുക്കെല്ലാവർക്കും ഈ സഭയെ കാത്തു സൂക്ഷിക്കുന്നതിൽ ഒരു വലിയ ഉത്തരവാദിത്തമുണ്ട്. Children have a great responsibility in protecting this church. നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം ഈ സഭയെ കാത്തു സൂക്ഷിക്കുന്നതിൽ ഒരു വലിയ ഉത്തരവാദിത്തമുണ്ട്. So let's focus on bringing up our children spiritually with that heavenly mindedness. ആകയാൽ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും സ്വർഗീയമായ ചിന്താഗതികളോടെ മനസ്സോടെ വളർന്നു വരുവാൻ അപ്രകാരം നാം അഭ്യസിപ്പിക്കുവാൻ ഇടവരട്ടെ. Amongst the Roman Catholics there's a principle. റോമൻ കത്തോലിക്ക സഭയിൽ ഇപ്രകാരം ഒരു തത്വമുണ്ട്. A Roman Catholic is first a citizen of the Vatican and only after that the citizen of his own country. ഒരു റോമൻ കത്തോലിക്കൻ ആദ്യം വത്തിക്കാനിലെ പൗരത്വം ഉണ്ടായിരിക്കണം. അതിനുശേഷം മാത്രമേ റോമൻ കത്തോലിക്കയിൽ ആയിത്തീരുവാൻ കഴിയൂ. That is, if there's a Roman Catholic who is an Indian, that Indian Roman Catholic is first of all a citizen of the Vatican. Only after that he's a citizen of India. അതായത് ഒരു ഇന്ത്യയിലുള്ള റോമൻ കത്തോലിക്ക വ്യക്തി ആകുന്നുവെങ്കിൽ താൻ ആദ്യം വത്തിക്കാനിലെ പൗരത്വം തനിക്ക് ഉണ്ടായിരിക്കണം. അതിനുശേഷം മാത്രമേ തനിക്ക് ഇന്ത്യൻ പൗരത്വം പൂർണ്ണമായി ഉണ്ടാകാവൂ. In the same way, all of us first of all belong to the kingdom of God. അതേ വിധത്തിൽ നാം ഓരോരുത്തരും ആദ്യം ദൈവരാജ്യത്തിന് സ്വന്തമാകുന്നു. Unfortunately, we have fallen into a deception. We are just namesake members of God's kingdom, but we are very busy with the kingdoms of this world, and we are coming to God's kingdom to pray to God to bless us in the world. എന്നാൽ നിർഭാഗ്യവശാൽ നാം ഇപ്പോൾ ഈ ദൈവത്തിന്റെ രാജ്യത്തോട് അടുക്കുന്നുവെങ്കിലും നാം ലൗകികമായ രാജ്യത്തിൽ പൂർണ്ണമായി അകപ്പെട്ടിരിക്കുന്നു. ആ രാജ്യത്തിലെ അനുഗ്രഹങ്ങൾ പ്രാപിക്കേണ്ടതിന് വേണ്ടി പേരിനായി കടമയ്ക്കായി ദൈവിക രാജ്യത്തിൽ വന്നു പോകുന്നവരാകുന്നു നാം ഓരോരുത്തരും. We come to God and we pray so that he might bless us in the world. അതായത് നാം ദൈവത്തിന്റെ അടുക്കലേക്ക് വന്ന് നാം പ്രാർത്ഥിക്കുന്നത് ലോകത്തിൽ നമുക്ക് അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടിയാകുന്നു. So that's not theocracy. എന്നാൽ അത് ദൈവത്തിൽ നിന്നുള്ള നേരിട്ടുള്ള ഭരണമല്ല. That is self rule. We are ruling ourselves. അത് നമ്മെ തന്നെ സ്വയമായി നാം തന്നെ ഭരിക്കുന്നതാകുന്നു. Okay, let's go to the next sixth lesson in learning from the wisdom and the foolishness of Solomon. ശലോമോന്റെ ജ്ഞാനവും ഭോഷത്വവും എന്നതിൽ
ആറാമത്തെ പാഠത്തിലേക്ക് പോകാം. Fifth lesson, is it? Fifth lesson, sorry. അഞ്ചാമത്തെ പാഠത്തിലേക്ക് നമുക്ക് പോകാം. The lesson is avoid extravagance or unnecessary expenditure. Love simplicity. ഈ പാഠം എന്നത് ധാരാളിത്തത്തെ ഉപേക്ഷിക്കുക, അധിക ചെലവുകളെ മാറ്റിവെക്കുക, ലളിതമായ ഒരു ജീവിതം നയിക്കുക. God blessed Solomon with riches. ദൈവം ശലോമോനെ വളരെ സമ്പത്ത് നൽകി അനുഗ്രഹിച്ചു. The Bible says he was richer than all the kings of the earth. വേദപുസ്തകം ഇപ്രകാരം പറയുന്നു, ലോകത്തിലെ ഭൂമിയിലെ സർവ്വ രാജാക്കന്മാരെക്കാളും അവൻ അധികം ധനികനായിരുന്നു. Read 1 Kings 10:23. 1 രാജാക്കന്മാർ 10:23 വായിക്കാം. ഇങ്ങനെ ശലോമോൻ രാജാവ് ഭൂമിയിലെ സകല രാജാക്കന്മാരിലും വെച്ച് ധനം കൊണ്ടും ജ്ഞാനം കൊണ്ടും മികച്ചവനായിരുന്നു. So King Solomon exceeded all the kings of the earth for riches and for wisdom. So King Solomon was richer than all the kings of the earth. ആകയാൽ ശലോമോൻ രാജാവ് ഭൂമിയിലെ സകല രാജാക്കന്മാരിലും വെച്ച് ധനം കൊണ്ട് മികച്ചവനായിരുന്നു. But unfortunately he didn't have the wisdom to use that riches correctly in a way that pleases God. എന്നാൽ ദൈവത്തിന് പ്രസാദമാകുമെണ്ണം തനിക്ക് ലഭിച്ച ധനത്തെ പൂർണ്ണമായി വിനിയോഗിക്കുവാൻ അവന് കഴിയാതെ പോയി. If you read this whole 10th chapter, you can see his extravagance and how lavishly he spent the gold and the silver that he had. ഈ 10ാം അധ്യായം മുഴുവനും വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും താൻ എങ്ങനെ ഒരു ധാരാളിയായി അമിത ചെലവോടുകൂടി ജീവിച്ചു, എത്ര ആഡംബരമായി ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ചെലവഴിച്ചു എന്ന്. People came from different countries to hear his wisdom, and whenever they came, they all came with gifts, loads of gifts, and he accumulated all of them. തന്റെ ജ്ഞാനം കേൾക്കുവാനായി ദൂരദേശങ്ങളിൽ നിന്നും അനേക ജാതികൾ, അനേക ജനങ്ങൾ കടന്നു വന്നിരുന്നു. അവരെല്ലാവരും വലിയ വലിയ സമ്മാനങ്ങളാകുന്നു ശലോമോന് കൊണ്ടുവന്ന് കൊടുത്തത്. Yesterday we saw that all his vessels were all gold, nothing was of silver. ഇന്നലെ നാം കാണുകയുണ്ടായി തന്റെ സകല പാത്രങ്ങളും പൊന്നുകൊണ്ടുള്ളതായിരുന്നു, ഒന്നും വെള്ളി കൊണ്ടുണ്ടായില്ല. The Bible says his throne was made of ivory and covered with the best gold. വേദപുസ്തകം ഇപ്രകാരം പറയുന്നു, തന്റെ സിംഹാസനം തന്നെ ആനയുടെ കൊമ്പ് കൊണ്ടുണ്ടാക്കിയതാകുന്നു, അതിനെ ഏറ്റവും നല്ല തങ്കം കൊണ്ട് പൊതിഞ്ഞിരുന്നു. Verse 18. 18ാം വാക്യം വായിക്കാം. രാജാവ് ദന്തം കൊണ്ട് ഒരു വലിയ സിംഹാസനം ഉണ്ടാക്കി തങ്കം കൊണ്ട് പൊതിഞ്ഞു. Moreover, the king made a great throne of ivory and overlaid it with the best gold. And he made a throne that was high up on a pedestal with 6 steps going up, 12 lions on the sides, fully decorated to make him very grand. തന്റെ സിംഹാസനം 6 പതനത്തോടുകൂടി വലുതായി അവൻ ഉണ്ടാക്കി. 12 സിംഹങ്ങൾ ഇരുവശത്തുമായി അവൻ നിർത്തിയിരുന്നു. അങ്ങനെ വലിയ അലങ്കാരമായിട്ടാകുന്നു അവൻ ആ സിംഹാസനം പണിതത്. So we see how he was spending for himself. അതായത് തനിക്ക് വേണ്ടി തന്നെ താൻ എത്രയധികമായി ചെലവാക്കിയിരുന്നു എന്ന് ഇതിൽ നമുക്ക് മനസ്സിലാക്കാം. If you turn to Ecclesiastes chapter 2, സഭാപ്രസംഗിയുടെ പുസ്തകം 2ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, and if you read verses 4 to 10, 4 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ, there you will see more of his extravagance. തന്റെ ധാരാളിത്തത്തെ പറ്റി വീണ്ടും നമുക്ക് കാണുവാൻ കഴിയും. I made me great works. ഞാൻ മഹാപ്രവൃത്തികളെ ചെയ്തു. I built houses for myself. ഞാൻ എനിക്ക് വേണ്ടി അരമനകളെ പണിതു. I made vineyards for myself. മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കി. I made gardens and orchards. I planted trees in them and with all kinds of fruits. ഞാൻ തോട്ടങ്ങളെയും ഉദ്യാനങ്ങളെയും ഫലവൃക്ഷങ്ങളെയും നട്ടു. I had great possessions of great and small cattle in verse 7. 7ാം വാക്യത്തിൽ കാണുന്നത് പോലെ എനിക്ക് അധികമായ ആടുമാടുകളും ബഹുസമ്പത്തും ഉണ്ടായിരുന്നു. I gathered me silver and gold and peculiar treasures. ഞാൻ വെള്ളിയും പൊന്നും അധികമായി ഭണ്ഡാരങ്ങളിൽ സ്വരൂപിച്ചു. Verse 9. So was great and increased more than all that were ever before me in Jerusalem. 9ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ എനിക്ക് മുമ്പേ യെരുശലേമിൽ ഉണ്ടായിരുന്ന എല്ലാവരിലും മഹാനായി തീർന്നു, അഭിവൃദ്ധി പ്രാപിച്ചു. So this is called unnecessary expenditure. ഇതാകുന്നു അനാവശ്യ ചെലവുകൾ എന്ന് പറയുന്നത്. So Solomon tried to make himself happy.
by doing all this. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തനിക്ക് വേണ്ടി ചെയ്തുകൊണ്ട് ശലോമോൻ തനിക്ക് തന്നെ സന്തോഷം കൊണ്ടുവരുവാൻ ഉണ്ടാക്കുവാൻ ശ്രമിച്ചു. So he was trying to please himself and not God. എന്നാൽ താൻ ദൈവത്തെയല്ല തന്നെ മാത്രമാകുന്നു പ്രസാദിപ്പിച്ചത്. So what we have to learn, the lesson that we have to learn from Solomon is that we must learn, if we learn to please ourselves, the end is going to be depression and misery. ആകയാൽ ഇതിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ടുന്ന പാഠം ഇതാകുന്നു: നാം നമ്മെ തന്നെ പ്രസാദിപ്പിക്കുവാൻ നോക്കിയാൽ നമ്മുടെ അന്ത്യം പരിതാപകരമായിരിക്കും, ദുഃഖകരമായിരിക്കും. So when after he did all this, to maintain the country became very difficult. He made the silver to be as stones in the streets. He accumulated lots of gold. Who's going to maintain all that now? എന്നാൽ താൻ ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം പ്രത്യേകിച്ച് വെള്ളിയെ താൻ കല്ലുപോലെ അധികമായി ശേഖരിച്ചു, അധികം കാര്യങ്ങൾ പൊന്നുകൊണ്ടുണ്ടാക്കി. ഇതെല്ലാം താൻ ചെയ്തു വെച്ചെങ്കിലും പിന്നീട് ആരിതിനെയെല്ലാം പരിപാലിക്കും? That is why Solomon raised the taxes. അതുകൊണ്ടാകുന്നു ശലോമോൻ പിന്നീട് നികുതി, like in India, taxes are raised. Solomon raised the taxes. ഇന്ത്യയിൽ ഇപ്പോൾ നികുതി ഉയർത്തിയതുപോലെ ശലോമോനും നികുതി ഉയർത്തിയത്. And that became a heavy burden, a yoke on the children. That's why they complained to Solomon's son Rehoboam when he came to the throne. അത് ജനത്തിന് വലിയൊരു ഭാരമായി, ഒരു നുകമായി തോന്നി. അതുകൊണ്ടാകുന്നു അവർ പരാതിയുമായി തന്റെ മകനായ രഹബയാമിന്റെ അടുക്കൽ വന്നത്. So look at what Solomon said. I made me gardens, I made vineyards, I built houses, I did this, I did that, I made orchards, all kinds of fruits. I had men singers, musicians, everything that my eyes saw I took for myself. ഇവിടെ ശലോമോൻ പറയുന്നത് നാം നോക്കുക: ഞാൻ അരമനകളെ പണിതു, മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കി, വിവിധ ഫലവൃക്ഷങ്ങളെ വെച്ചു, ഞാൻ ദാസന്മാരെയും ദാസിമാരെയും വിലയ്ക്ക് വാങ്ങി, സംഗീത ഉപകരണങ്ങളും സംഗീതക്കാരെയും സംഗീതക്കാരത്തികളെയും എല്ലാം ഞാൻ നിയമിച്ചു. എന്റെ കണ്ണ് ആഗ്രഹിച്ചതൊന്നും ഞാൻ അതിന് നിഷേധിച്ചില്ല. Why? എന്തുകൊണ്ട്? To make himself happy. തന്നെ താൻ സന്തോഷവാനാക്കേണ്ടതിനായി. Pentecostal brothers and sisters, പെന്തക്കോസ്തുകാരായ സഹോദരിമാരെ, സഹോദരന്മാരെ, when God blesses us with riches, we have to be very careful. ദൈവം നമ്മെ സമ്പത്ത് നൽകി അനുഗ്രഹിക്കുമ്പോൾ നാം വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. We have to be very careful on how we should spend our money. നമ്മുടെ പണം നാം എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിൽ നാം അധികം ശ്രദ്ധാലുക്കളായിരിക്കണം. See, after Solomon spent and made himself a big palace and everything was gold and everything was beautiful, when people walk into his palace, they're all dumbstruck. Even the queen of Sheba, she said there was no spirit in me, no breath left in her. ശലോമോൻ ചെയ്തതെല്ലാം വെച്ച് നോക്കിയാൽ താൻ വലിയ അരമനകളെ പൊന്നുകൊണ്ടെല്ലാം പണിതു. അവിടെ കടന്നു വരുന്നവർ, പ്രത്യേകിച്ച് ശേബ രാജ്ഞി, എന്നിലിനിയും യാതൊരു ആത്മാവും ജീവനുമില്ല എന്ന് പറയത്തക്ക വിധത്തിൽ ഏറ്റവും അത്യന്തം വിസ്മയിച്ചു പോയി. So just imagine an ordinary person saying, I have no breath left in me. This is a queen. She herself is a royal person. She goes to Solomon's palace and says, there's no breath left in me. Imagine what kind of extravagance that was. എനിക്ക് എന്റെ ഉള്ളിൽ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനൊരു ജീവശവം പോലെ ആയിരിക്കുന്നു എന്ന് ഒരു സാധാരണ വ്യക്തി പറയുന്നുവെങ്കിൽ സാരമില്ല. എന്നാൽ ഒരു രാജ്ഞി, ശേബ രാജ്ഞിയാകുന്നു ഇത് പറഞ്ഞത്. താൻ തന്നെ വളരെ ആഡംബരത്തോടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാകുന്നു. എന്നാൽ ശലോമോന്റെ ഈ ധാരാളിത്വത്തെ എല്ലാം കണ്ട് തനിക്കും അപ്രകാരം വിസ്മയിക്കേണ്ടി വന്നു. So he spent so much money to make himself happy. ആകയാൽ ശലോമോൻ തന്നെ താൻ സന്തോഷവാനാക്കേണ്ടതിനായി അധികം പണം ചെലവാക്കി. Was he happy? എന്നാൽ വാസ്തവമായി അവൻ സന്തോഷവാനായിരുന്നുവോ? Come back to Ecclesiastes. വീണ്ടും സഭാപ്രസംഗിയിലേക്ക് നാം കടന്നു വരുമ്പോൾ read verse 11, 2:11. 2-ാം അധ്യായം 11-ാം വാക്യം വായിക്കാം. ഞാൻ എന്റെ കൈകളുടെ സകല പ്രവൃത്തികളെയും ഞാൻ ചെയ്യുവാൻ ശ്രമിച്ച സകല പരിശ്രമങ്ങളെയും നോക്കി എല്ലാം മായയും വൃഥാ പ്രയത്നവും അത്രേ, സൂര്യന്റെ കീഴിൽ യാതൊരു ലാഭവും ഇല്ല എന്ന് കണ്ടു. Then I looked on all the works that my hands had wrought, and on the labor that had I labored to do, and behold, all was vanity and vexation of spirit, and there was no profit under the sun. So there was a vacuum in his soul that he tried to fill with all these worldly, mundane things.
ശലോമോന്റെ പ്രാണനിൽ ഒരു ശൂന്യത കാണപ്പെട്ടു. എന്നാൽ അത് നികത്തുവാനായി ഈ ലോകപ്രകാരമുള്ള മൂഢത്തരമായ കാര്യങ്ങൾ കൊണ്ട്, മായയായ കാര്യങ്ങൾ കൊണ്ട് അവൻ ആ ശൂന്യതയെ നികത്തുവാൻ ആഗ്രഹിച്ചു. So he says, I made houses for myself, gardens for myself, vineyards for myself, orchards for myself, all kinds of fruits, everything that I saw, I received for myself, enjoyed everything, I didn't keep back anything. And the result, he says at the end, all vanity, all vexation, there was no profit at all. എനിക്ക് അരമനകളെ പണിതു, മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കി, ഫലവൃക്ഷങ്ങളെ ഉണ്ടാക്കി, അത് ചെയ്തു, ഇത് ചെയ്തെല്ലാം താൻ വളരെ പ്രശംസിച്ചു പറയുന്നുവെങ്കിലും ഇതിന്റെ എല്ലാം അവസാനം പറയുന്നു, എല്ലാം മായയും വൃഥാ പ്രയത്നവും അത്രേ. Read verse 17. 17 വാക്യം വായിക്കാം. അങ്ങനെ സൂര്യന് കീഴെ നടക്കുന്ന കാര്യം എനിക്ക് അനിഷ്ടമായതുകൊണ്ട് ഞാൻ ജീവനെ വെറുത്തു, എല്ലാം മായയും വൃഥാ പ്രയത്നവും അത്രേ. Therefore I hated life, because the work that is wrought under the sun is grievous unto me, for all is vanity and vexation of spirit. Just imagine, after accumulating so much of gold and silver and so much of things that took the Queen of Sheba's breath away, he says, after all this, I hated life. ഇപ്രകാരം അധികമായി പൊന്നും വെള്ളിയുമെല്ലാം സ്വരൂപിച്ച് കൂട്ടിയിട്ട് ശേബാരാജ്ഞിയെ പോലുള്ള ഒരു വ്യക്തി വന്ന് എന്റെ ഉള്ളിൽ ആത്മാവില്ല എന്ന് പറയത്തക്ക വിധത്തിൽ ആ അവസ്ഥയിലായിട്ട് ഇപ്പോൾ ഇതെല്ലാം സ്വരൂപിച്ച് കൂട്ടിയ വ്യക്തി പറയുന്നു, ഞാൻ എന്റെ ജീവനെ വെറുക്കുന്നു. So what is the lesson that we must learn from here? ഇതിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ടുന്ന പാഠം എന്താകുന്നു? You try to please yourself with extravagance, you will not be happy. Like Solomon, you will hate life. ധാരാളിത്തം കൊണ്ട്, അധിക ചെലവ് കൊണ്ട് ഒരുപക്ഷെ നിങ്ങളെ തന്നെ സന്തോഷവാന്മാരാക്കുവാൻ ശ്രമിച്ചേക്കാം. എന്നാൽ ശലോമോനെ പോലെ അത് നിങ്ങളുടെ ജീവനെ നിങ്ങൾ തന്നെ അവസാനം വെറുക്കുവാനിടയായിത്തീരും. If you want to be happy and satisfied at the end of life, the secret of that is not to please yourself but to please God, to please Christ. നിങ്ങളുടെ ജീവിതത്തിന്റെ അന്ത്യത്തിൽ നിങ്ങൾ സന്തോഷവാനായി നിങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കണമെങ്കിൽ അത് നിങ്ങളെ തന്നെ പ്രസാദിപ്പിക്കുകയല്ല, മറിച്ച് നിങ്ങളുടെ ദൈവത്തെ, കർത്താവായ യേശുക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുക എന്നത് മാത്രമാകുന്നു. Some don't have money but they are extravagant. ചിലർക്ക് പണമേ ഇല്ല, എങ്കിലും അവർ ധാരാളിത്തം കാണിക്കും. They'll borrow money and fall into debts and build huge houses and buy big stuff to compete with others, and then after that fall into a pit of not being able to pay up their debts. അവർ അധികമായി കടം വാങ്ങി മറ്റുള്ളവരോട് തുല്യരാകുവാൻ വേണ്ടി പല കാര്യങ്ങളെ പണിത് കൂട്ടും, പല കാര്യങ്ങൾ ചെയ്തു കൂട്ടും. വീണ്ടും അതിനുശേഷം ആ കടക്കണിയിൽ നിന്ന് വെളിയിൽ വരുവാൻ കഴിയാത്ത വിധം അവർ മുങ്ങി താഴുവാനിടയാകും. The Bible speaks of a very rare divine trait that we all need, which we normally don't think about. നാം സാധാരണയായി ചിന്തിക്കാത്ത ഒരു വിശേഷമായ ദൈവികമായ ഒരു സ്വഭാവത്തെ പറ്റി വേദപുസ്തകം നമ്മോട് അറിയിക്കുന്നു. We have all read it, but we miss it easily. നാം എല്ലാവരും അതിനെ പറ്റി വായിക്കുന്നതാണ്, എന്നാൽ പലപ്പോഴും നാം അത് വിട്ടുകളയുന്നു. Read 1 Timothy chapter 6 and verse 6. 1 തിമോത്തിയോസ് 6 അധ്യായം 6 വാക്യം. But godliness with contentment is great gain. അലംഭാവത്തോടുകൂടി ദൈവഭക്തി വലുതായ ആദായമാകുന്നു താനും. Here is a character trait called contentment. ഇവിടെ ഒരു സ്വഭാവ വിശേഷത തൃപ്തിയായിരിക്കുക എന്നത് നാം കാണുന്നു. So contentment means being satisfied with God, what God has given us. തൃപ്തിയായിരിക്കുക എന്നത് ദൈവം നമുക്ക് നൽകുന്നതിൽ നാം പൂർണ്ണ തൃപ്തിയുള്ളവരായിരിക്കുക എന്നതാകുന്നു. It's when we go to compare ourselves with other people that we lose this contentment. എന്നാൽ നാം മറ്റുള്ളവരുമായി നമ്മെ താരതമ്യം ചെയ്യുവാൻ പോകുമ്പോൾ ആകുന്നു നമുക്ക് ഈ തൃപ്തി നഷ്ടപ്പെടുന്നത്. See, God gave Israel every day's manna for that day. He didn't keep it up for many days or the whole journey. ദൈവം ഇസ്രായേൽ മക്കൾക്ക് മന്ന കൊടുക്കുമ്പോൾ അതാത് ദിവസത്തേക്കുള്ള മന്നയാകുന്നു വർഷിപ്പിച്ചത്, അല്ലാതെ മുഴുവൻ ജീവിതകാലത്ത് അവർ യാത്ര ചെയ്യുവാൻ ആവശ്യമുള്ള ആഹാരം ദൈവം നൽകിയില്ല. We must learn to be content with what God has given us. ദൈവം നമുക്ക് നൽകുന്നതിൽ നാം പൂർണ്ണ തൃപ്തിയുള്ളവരായിരിക്കണം. Many youngsters will say, I don't have a job according to my studies. അനേക യൗവനക്കാരുടെ ഒരു പരാതിയാകുന്നു, ഞാൻ പഠിച്ചതിനൊത്തവണ്ണം ഒരു നല്ല ജോലി എനിക്കില്ല. My salary is only 15,000, not enough. എന്റെ ശമ്പളം വെറും 15,000 രൂപയാകുന്നു, അതെനിക്ക് മതിയാകുന്നേ ഇല്ല. So first of all, learn contentment. Say thank you to Jesus for that job, for that 15,000. ആദ്യം തൃപ്തനായിരിക്കുവാൻ പഠിക്കുക.
ദൈവം നൽകിയ ജോലിക്കും നൽകിയ ശമ്പളത്തിനും കർത്താവിനോട് നന്ദിയുള്ളവരായിരിക്കുക. Don't murmur because your house is smaller than your neighbor's house. നിങ്ങളുടെ അയൽവാസിയുടെ വീടിനേക്കാൾ നിങ്ങളുടെ വീട് ചെറുതായിരിക്കുന്നത് കൊണ്ട് ദയവായി പെറുപെറുക്കരുത്. The world has a scale by which it measures blessing. ലോകം ഓരോരുത്തരെ അളക്കുന്നതിന് അല്ലെങ്കിൽ അനുഗ്രഹത്തിന്റെ അളവ് അളക്കുന്നതിന് ഒരു തോതുണ്ട്. We are dissatisfied because we are also trying to measure ourselves by a worldly scale and not by a biblical scale. ലോകപ്രകാരമുള്ള ഒരു തോത് വെച്ച് നാമും ഈ അനുഗ്രഹങ്ങളെ അളക്കുന്നത് കൊണ്ട് നാം സന്തുഷ്ടിയില്ലാത്തവരായിത്തീരുന്നു. നാം വേദപുസ്തക പ്രകാരമുള്ള തോത് വെച്ച് അളക്കുന്നവരാകുന്നില്ല. If you have gold, നിങ്ങൾക്ക് പൊന്നുണ്ടെങ്കിൽ, if you have money, നിങ്ങൾക്ക് പണമുണ്ടെങ്കിൽ, if you have possessions, നിങ്ങൾക്ക് സ്വത്തുക്കൾ ഉണ്ടെങ്കിൽ, if you have education, നിങ്ങൾക്ക് വിദ്യാഭ്യാസമുണ്ടെങ്കിൽ, if you have beauty, നിങ്ങൾക്ക് സൗന്ദര്യമുണ്ടെങ്കിൽ, if you have status, നിങ്ങൾക്ക് കീർത്തി ഉണ്ടെങ്കിൽ, then you are a great person. That's the worldly scale. ലോകപ്രകാരമുള്ള തോത് എന്തെന്നാൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു വലിയ മഹാനാകുന്നു. But when you look at the Bible puts down all these things. എന്നാൽ നിങ്ങൾ വേദപുസ്തകം പരിശോധിച്ചാൽ ഇങ്ങനെയുള്ള സകല കാര്യങ്ങളും വേദപുസ്തകം താഴെയിട്ട് കളയുന്നു. For the world all these are precious. For the world all these are precious. ലോകത്തിന് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിലയേറപ്പെട്ടതാകുന്നു. But if you look at what the Bible says about gold, it's called gold that perisheth. എന്നാൽ വേദപുസ്തകം പൊന്നിനെ പറ്റി പ്രകാരം പറയുന്നു, അഴിഞ്ഞു പോകുന്നതായ പൊന്ന്. That's the value that Bible gives gold. അതാകുന്നു തിരുവെഴുത്ത് പൊന്നിന് നൽകിയിരിക്കുന്ന മൂല്യം. If you look at the value that Bible gives money, എന്നാൽ പണത്തിന് തിരുവെഴുത്ത് എന്ത് വില നൽകുന്നു? read Luke chapter 16. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ and read verse 10. 10-ാം വാക്യം വായിച്ചാൽ, അത്യല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തൻ, അത്യല്പത്തിൽ നീതികെട്ടവൻ അധികത്തിലും നീതികെട്ടവൻ. He that is faithful in that which is least is faithful also in much, and he that is unjust in the least is unjust also in much. And the next verse explains what is that least. അടുത്ത വാക്യത്തിൽ അല്പം എന്നത് എന്തെന്ന് പറഞ്ഞിരിക്കുന്നു. It is money. അത് മാമോൻ അല്ലെങ്കിൽ പണമാകുന്നു. So the Bible says money is least. ആകയാൽ തിരുവെഴുത്ത് വളരെ വ്യക്തമായി പറയുന്നു ഈ പണം എന്നത് അല്പമാകുന്നു. But the world says money is life. പണം എന്നത് വില കുറഞ്ഞതെന്ന് വേദപുസ്തകം പറയുമ്പോൾ ലോകം പറയുന്നത് ജീവനെ പണത്തിലാകുന്നു. When you look at possessions, മറ്റ് സ്വത്തുക്കളെ പറ്റി പറയുമ്പോൾ today we children of God are going with the worldly scale and competing with others, buying more and more like King Solomon. ഇന്ന് ദൈവമക്കൾ ശലോമോൻ രാജാവിനെ പോലെ മറ്റുള്ളവരോട് മത്സരിച്ചുകൊണ്ട് വാങ്ങിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാകുന്നു. Read Luke chapter 12. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ and read verse 15. 15-ാം വാക്യം വായിക്കാം. പിന്നെ അവരോട് സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവീൻ. ഒരുത്തിന് സമൃദ്ധി ഉണ്ടായാലും അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവന് ആധാരമായിരിക്കുന്നത് എന്ന് പറഞ്ഞു. And he said unto them, take heed and beware of covetousness, for a man's life consisteth not in the abundance of the things which he possesseth. Sometimes within the family unit there's some property dispute. ചില സമയത്ത് കുടുംബത്തിനുള്ളിൽ തന്നെ ചില വസ്തുക്കൾ വിഭാഗിക്കുന്നതിൽ ചില പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ഉരുത്തിരിഞ്ഞേക്കാം. If a believer comes to me and says my children are struggling over a property dispute, please speak to them, I will say, how much is the land size? You take so much, you take so much. That would be my counsel. ഒരു ഉദാഹരണത്തിന് ഒരു വിശ്വാസി എന്റെ അടുക്കൽ വന്ന് എന്റെ കുഞ്ഞുങ്ങൾ എനിക്കുള്ള വസ്തുവിനെ പറ്റി വളരെ തർക്കിച്ച് വാദിച്ചുകൊണ്ടിരിക്കുന്നു, അവരെ ഒന്ന് ഉപദേശിക്കുക എന്ന് എന്നോട് പറഞ്ഞാൽ ഞാൻ പറയും, നിങ്ങളുടെ മുഴുവൻ വസ്തു എത്രയാകുന്നു, നിങ്ങൾ അത് പകുതി എടുത്തുകൊള്ളുക എന്ന്. So that's how everybody settles disputes. എല്ലാവരും അങ്ങനെയാകുന്നു ഇങ്ങനെയുള്ള തർക്കങ്ങളെ പരിഹരിക്കുന്നത്. You take this half, the younger son takes this half. മൂത്ത വ്യക്തി ഈ ഭാഗം എടുക്കുക, ഇളയ വ്യക്തി മറുപകുതി എടുക്കുക. But here
there are two brothers who are fighting over their inheritance now. എന്നാൽ ഇവിടെ രണ്ട് സഹോദരന്മാർ അവരുടെ അവകാശത്തെ പറ്റി മത്സരിച്ചുകൊണ്ടിരിക്കുന്നു. One brother comes to Jesus and says, please talk to my brother, he's fighting for more. ഒരു സഹോദരൻ വന്ന് യേശുവിനോട് പ്രകാരം പറയുന്നു, എന്റെ സഹോദരനോടൊന്ന് കൽപ്പിച്ചാലും അവൻ അവകാശത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്നു. God didn't give the counsel that I would have given. Jesus did not give that. ഞാൻ കുറച്ചു മുമ്പ് പറയുന്നതായ ആ ആലോചനയല്ല യേശു പറഞ്ഞത്. Don't fight, y'all are brothers, isn't it? Divide it correctly. നിങ്ങൾ കലഹങ്ങൾ ഉണ്ടാക്കരുത്, നിങ്ങൾ അത് തുല്യമായി പങ്കിട്ടുകൊള്ളുക. Jesus scolded both of them, beware of covetousness. എന്നാൽ യേശു രണ്ടുപേരെയും ഒരുപോലെ വഴക്ക് പറയുകയാകുന്നു ചെയ്തത്. സകല ദ്രവ്യാഗ്രഹവും ഒഴിഞ്ഞ് സൂക്ഷിച്ചുകൊള്ളുവീൻ. Don't value your life based on your property. നിങ്ങളുടെ വസ്തുവക നിങ്ങളുടെ ജീവന് ആധാരമല്ല എന്ന് മനസ്സിലാക്കുക. In other words, God was telling, stop fighting, don't divide it equally. Whatever the other person wants, give it to him. അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ യേശു പറഞ്ഞതിന്റെ അർത്ഥം ഇതാകുന്നു, നിങ്ങൾക്ക് ഇന്നത് വേണമെന്ന് ചിന്തിച്ച് നിങ്ങൾ അതിൽ പോരാടേണ്ടെന്ന് ആവശ്യമില്ല. അവൻ എത്ര ആവശ്യമുണ്ടോ അവൻ എടുത്തുകൊള്ളട്ടെ. So we need what is called contentment. ആകിയാൽ തൃപ്തരായിരിക്കുക എന്നത് നമുക്ക് ആവശ്യമായിരിക്കുന്ന ഒരു വലിയ സ്വഭാവമാകുന്നു. Everybody wants to be educated today. The more educated you are, the greater you are. ഇന്ന് എല്ലാവരും വിദ്യാഭ്യാസ സമ്പന്നരായി തീരുവാൻ ആഗ്രഹിക്കുന്നു. എത്ര ഉന്നത വിദ്യാഭ്യാസം നേടുന്നുവോ അത്രയും ശ്രേഷ്ഠരായി കണക്കാക്കുന്ന കാലം. Today, so many are hesitating to come to the ministry. I have finished only my school. I haven't got a degree. They won't respect me if I come to the ministry. ഇന്ന് അനേകർ സുവിശേഷ വേലയിൽ പോലും കടന്നു വരുവാൻ മടിക്കുന്നു. ചോദിച്ചാൽ ഇപ്രകാരം പറയുന്നു, ഞാൻ സ്കൂൾ വിദ്യാഭ്യാസം മാത്രമേ പൂർത്തിയാക്കിയിട്ടുള്ളൂ, ഒരു ബിരുദം പോലും എന്റെ പേരിലില്ല. അങ്ങനെ ശുശ്രൂഷയ്ക്ക് കടന്നു വന്നാൽ ആരും എന്നെ ബഹുമാനിക്കുകയില്ല. Thank God the first 12 disciples didn't go to school. Thank God Jesus also didn't go to school. യേശുവിന്റെ 12 ശിഷ്യന്മാരും യേശു പോലും വിദ്യാഭ്യാസത്തിനായി പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല എന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. Our church was founded on uneducated people. നമ്മുടെ ഈ സഭ സ്ഥാപിച്ചത് തന്നെ വിദ്യാഭ്യാസ. Our church means not the Pentecostal Mission, I mean the New Testament Church. ഞാൻ നമ്മുടെ സഭ എന്ന് പറയുന്നത് ദി പെന്തക്കോസ്റ്റ് മിഷനെ അല്ല, പുതിയ നിയമ സഭ സ്ഥാപിതമായത് തന്നെ വിദ്യാഭ്യാസ രഹിതരെ കൊണ്ടാകുന്നു. So what are we looking for now? എന്നാൽ ഇപ്പോൾ നാം എന്തുകൊണ്ടാകുന്നു ഇങ്ങനെയൊക്കെ അന്വേഷിക്കുന്നത്? Revival started with uneducated people. ഉണർവ് ആരംഭിച്ചത് വിദ്യാഭ്യാസം ഇല്ലാത്തവരെ കൊണ്ടാകുന്നു. Now we are measuring everything on a worldly scale. എന്നാൽ ഇപ്പോൾ എല്ലാം ലോകപ്രകാരമുള്ള തോത് വെച്ച് നാം അളന്നുകൊണ്ടിരിക്കുന്നു. The Bible says beauty is vain. വേദപുസ്തകം ഇപ്രകാരം പറയുന്നു, ലാവണ്യം വ്യാജമാകുന്നു. But a woman that feareth the Lord, she is beautiful in God's sight. എന്നാൽ യഹോവ ഭക്തിയുള്ള സ്ത്രീയോ താൻ ദൈവത്തിന് മുമ്പാകെ പ്രശംസിക്കപ്പെടും. Status. If you have a big job, a high post in government, then you are blessed by God. ഒരു ഗവൺമെന്റിൽ ഉന്നത സ്ഥാനമുണ്ടെങ്കിൽ, നല്ലൊരു അന്തസ്സുണ്ട്, അല്ലെങ്കിൽ ലോകപ്രകാരം നല്ലൊരു സ്ഥാനത്തെത്തിയിരിക്കുന്ന എന്ന അവസ്ഥ. Who said that? ഇതാരാകുന്നു പറഞ്ഞത്? Let me make it clear, brothers and sisters, riches and status and education, these are not blessings. പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമായി വിളിച്ചു പറയട്ടെ. പണവും വിദ്യാഭ്യാസവും അന്തസ്സും ഒന്നും ദൈവം തരുന്ന അനുഗ്രഹങ്ങളുടെ പട്ടികയല്ല. Simple proof. അതിന് ഏറ്റവും ലളിതമായ തെളിവ്, if riches are a blessing, സമ്പത്ത് ഒരു അനുഗ്രഹമാകുന്നുവെങ്കിൽ, there are so many poor amongst us, they are not blessed, is it? നമ്മുടെ മധ്യേ അനേക പാവപ്പെട്ടവരുണ്ടല്ലോ, അവരൊന്നും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരല്ലേ? If education is a blessing, there are so many who have not studied. Jesus did not study, so he was not blessed, is it? വിദ്യാഭ്യാസം ഒരു അനുഗ്രഹമാകുന്നുവെങ്കിൽ യേശു വിദ്യാഭ്യാസം ചെയ്തില്ല. നമ്മുടെ ഇടയിൽ അക്ഷര വിദ്യാഭ്യാസം ഇല്ലാത്തവരുണ്ടല്ലോ, അവർ അനുഗ്രഹിക്കപ്പെട്ടവരല്ലേ? So don't if status is a blessing, there are so many who are working on daily wages amongst us, they are not blessed, is it? ഒരു നല്ലൊരു അന്തസ്സ് പ്രാപിക്കുന്നത് അതൊരു അനുഗ്രഹമായി കണക്കാക്കുന്നുവെങ്കിൽ ദിവസക്കൂലിക്ക് അവരവരുടെ ജോലി ചെയ്ത് കഴിയുന്നവരുണ്ട്, അവർ അനുഗ്രഹിക്കപ്പെട്ടവരല്ലേ? The Bible exalts and praises poor people. Has not God chosen
chosen the poor of this world rich in faith? വേദപുസ്തകം പോലും എളിയവരെ വളരെ പ്രശംസിച്ചാകുന്നു പറയുന്നത്. ലോകത്തിൽ ദരിദ്രരായവരെ ദൈവം തിരഞ്ഞെടുത്ത് വിശ്വാസത്തിൽ സമ്പന്നരാക്കി മാറ്റുന്നില്ലേ? Why does the Bible say that? എന്തുകൊണ്ടാകുന്നു വേദപുസ്തകം ഇതൊക്കെ പറയുന്നത്? A rich person, when he has a need, he doesn't think of faith, he thinks of the bank. ഒരു ധനവാനായ വ്യക്തി എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ഒരിക്കലും വിശ്വാസത്തോടെ കാത്തിരിക്കുകയില്ല, ഉടനെ തന്റെ ബാങ്കിനെ പറ്റിയാകുന്നു ചിന്തിക്കുന്നത്. His account comes to him first. തന്റെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് തന്റെ അക്കൗണ്ടിനെ പറ്റിയായിരിക്കും. But a poor man can't do that. എന്നാൽ ഒരു പാവപ്പെട്ട സാധുവായ വ്യക്തിക്ക് അങ്ങനെ ചെയ്യുവാൻ കഴിയുകയില്ല. He has to pray for every little thing. That's why his faith will grow more quicker than a rich man's faith. താൻ തന്റെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയും അധികമായി പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്റെ വിശ്വാസം ആ ധനവാനേക്കാളും ആദ്യം വളർന്നു വരുവാൻ, വർദ്ധിക്കുവാൻ ഇടയായി തീരും. So riches and education and possessions, these are not blessings. These are blessings only if you measure everything by a worldly scale. But the Bible does not say it is a blessing. ആകയാൽ ധനവും സമ്പത്തും അന്തസ്സും വിദ്യാഭ്യാസവും ഒന്നും അത് ലോകപ്രകാരമുള്ള ആ തോത് വെച്ച് അളക്കുന്നെങ്കിൽ അനുഗ്രഹമായി കണക്കാക്കിയേക്കാം. എന്നാൽ തിരുവെഴുത്ത് അതിന് സമ്മതമല്ല. The Bible warns rich people. വേദപുസ്തകം ധനവാന്മാർക്ക് മുന്നറിയിപ്പ് നൽകുകയാകുന്നു. James says, woe unto you that are rich. പ്രത്യേകിച്ച് യാക്കോബ് ധനവാന്മാർക്ക് മുന്നറിയിപ്പ് നൽകുന്നു. James 3:1, I think. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യമാണെന്ന് തോന്നുന്നു. 5:1. 5-ാം അധ്യായം 1-ാം വാക്യം. അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞ് മുറയിടുവിൻ. Go to now, ye rich men, weep and howl for your miseries that shall come upon you. See how the Bible is warning them. എങ്ങനെയാകുന്നു ധനവാന്മാർക്ക് വേദപുസ്തകം മുന്നറിയിപ്പ് കൊടുക്കുന്നതെന്ന് നോക്കുക. In 1 Timothy, St. Paul tells Timothy to warn the rich people, charge them that are rich in this world, let them not be proud. 1 തിമോത്തിയോസിൽ വിശുദ്ധ പൗലോസ് തിമോത്തിയോസിന് ആജ്ഞ കൊടുക്കുന്നു, നിങ്ങൾ ധനവാന്മാരോട് നീ കർക്കശമായി ഉപദേശം കൊടുക്കുക. Those who try to be rich are going to pierce themselves with unnecessary lusts. ധനവാനാകുവാൻ ആഗ്രഹിക്കുന്നവർ അനാവശ്യമായ മോഹങ്ങളിൽ കുടുങ്ങുവാൻ തങ്ങളെ തന്നെ അവർ കുത്തി വേദനിപ്പിക്കുവാൻ പോകുന്നു. The love of money is the root of all evil. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലകാരണം. Now read 1 Timothy. After saying all this, read 1 Timothy 6:11. ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് വായിച്ചിട്ട് 1 തിമോത്തിയോസ് 6-ാം അധ്യായം 11-ാം വാക്യം വായിക്കാം. നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ അത് വിട്ടോടി. Enough. But thou, O man of God, flee these things. What things? Flee what things? അത് വിട്ടോടി എന്ന് പറയുമ്പോൾ എന്ത് വിട്ടോടണം? Flee all this desire for becoming rich. ആകയാൽ ധനവാനാകുവാൻ ദ്രവ്യാഗ്രഹമുള്ള ആ ആഗ്രഹമെല്ലാം വിടണമെന്നാകുന്നു ഉദ്ദേശിച്ചിരിക്കുന്നത്. Verse 8 says, you have food to eat, you have clothes to wear, be happy. 8-ാമത്തെ വാക്യത്തിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ അത് മതി എന്ന് വിചാരിക്കാം. Godliness with this satisfaction is great gain. അലംഭാവത്തോട് കൂടിയ ദൈവഭക്തി വലുതായ ആദായമാകുന്നു. So we must learn to come out of this extravagance and wanting to be rich and heaping for ourselves. It is not godliness, it is not blessing, it's a big Babylonic deception. ആകയാൽ ഈ ധാരാളിത്തത്തിൽ നിന്ന് നാം എല്ലാവരും വെളിയിൽ വന്നേ മതിയാകൂ. ഇതൊരു അനുഗ്രഹമായി ആരും കണക്കാക്കരുത്. ഇത് വലിയൊരു ബാബേലിന്റെ ആത്മാവാകുന്നു, ഏറ്റവും വലിയ വഞ്ചനയാകുന്നു. It's a deception. അതൊരു ഏറ്റവും വഞ്ചനയാകുന്നു. Recently I was listening to a sermon. അടുത്ത സമയത്ത് ഞാൻ ഒരു ദൂത് ശ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. We are all praying for a revival. നാം എല്ലാവരും ഒരു ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. So we all want a revival to come. നമുക്കെല്ലാവർക്കും ഒരു ഉണർവ് ഉണ്ടാകുവാനായി നാം ആഗ്രഹിക്കുന്നു. But this man preached in his sermon, when the revival comes, he's going to rip everything apart. എന്നാൽ ഈ വ്യക്തി പ്രസംഗത്തിൽ ഇപ്രകാരം പറയുന്നു, ഒരു ഉണർവ് വരുമ്പോൾ it's going to tear everything apart. എല്ലാ കാര്യങ്ങളെയും വലിച്ചു കീറുവാൻ, പിച്ചു ചീന്തുവാൻ പോകുന്നു. He said it's going to rip you apart, it's going to rip me apart. എന്നെയും നിങ്ങളെയും അത് പിച്ചു ചീന്തുവാൻ പോകുന്നു. So don't think revival means everyone's flying about everywhere. Everything is going to be turned upside down. That is revival. ആകയാൽ ഉണർവെന്ന് പറയുമ്പോൾ എല്ലാവരും അവിടെയും ഇവിടെയും പറന്നു നടക്കുന്ന ഒരു അവസ്ഥയല്ല, എല്ലാം തലകീഴായി മറിയുവാൻ പോകുന്നു എന്നാകുന്നു. A big persecution is going to come before the coming of the Lord. യേശുവിന്റെ വരവിന് മുമ്പായി വലിയൊരു ഉപദ്രവം നേരിടുവാൻ പോകുന്നു.
We don't know what the presidential elections are going to bring us. ഇനിയും നടക്കുവാൻ പോകുന്ന രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് എന്താകുന്നു കൊണ്ടുവരുന്നതെന്ന് നമുക്കറിയാൻ വയ്യ. Things are going to change in India. ഇന്ത്യയിൽ തന്നെ കാര്യങ്ങളെല്ലാം മാറി മറിയുവാൻ പോകുന്നു. The church is entering into a dark period. സഭ ഒരു ഇരുട്ടിന്റെ അന്ധകാരത്തിന്റെ നാഴികയിലേക്ക് പ്രവേശിക്കുവാൻ പോകുന്നു. How many more days we can work and worship freely like this we don't know. ഇനി എത്ര നാൾ നമുക്കിനെ സ്വാതന്ത്ര്യമായി ആരാധിക്കുവാൻ കഴിയുമെന്ന് നാം അറിയുന്നില്ല. How many more conventions we can hold in the open? How many more processions we can take in the streets we don't know. ഇനിയും എത്ര കൺവെൻഷനുകൾ നമുക്ക് വെളിയിൽ നടത്തുവാൻ കഴിയുമെന്നും എത്ര ജാഥകൾ നമുക്ക് വെളിയിൽ പരസ്യമായി നടത്തുവാൻ കഴിയുമെന്നും അറിയാത്തൊരു കാലത്തിലേക്ക് നീങ്ങുന്നു. One of the men who was standing for the presidential elections, he's a good candidate for our elections. He said Christians and Muslims are aliens from another planet. ഇപ്പോൾ രാഷ്ട്രപതിയായി നിൽക്കുന്ന ഒരു വ്യക്തി, പ്രമുഖ വ്യക്തി പ്രകാരമാകുന്നു പറഞ്ഞത്, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അന്യഗ്രഹ ജീവികളാകുന്നു. So we don't know when these people come to power what kind of rules they can form, new rules that are going to restrict all of us. ആകയാൽ ഇതിൽ നിന്ന് നാം ചിന്തിക്കേണ്ടുന്ന വസ്തുത, അവർ ഭരണത്തിൽ എത്തിക്കഴിയുമ്പോൾ എന്തെല്ലാം പരിഷ്കാരങ്ങൾ, മാറ്റങ്ങൾ ഇനിയും നമുക്കെതിരായി വരുവാൻ പോകുന്നു എന്നാകുന്നു. Today itself we must pray that our heart does not go after these things. Thou man of God, if you are a man of God, flee these things, don't go after these things. ആകയാൽ ഈ ദിവസങ്ങളിൽ തന്നെ ഇങ്ങനെയുള്ള അക്ഷരീകമായ കാര്യങ്ങളെ വിട്ട് നാം ഓടണം. അതാകുന്നു നാം വായിച്ചത്, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ അതെല്ലാം വിട്ട് ഓടണം. Why flee? എന്തുകൊണ്ട് ഓടണം? Because it's so dangerous. You stand there for some time, you will stop fleeing, you will start following it. ഓടണം എന്നിവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ ഉദ്ദേശം, അല്പസമയമെങ്കിലും അവിടെ നിന്നാൽ പിന്നെ അതിന്റെ പിന്നാലെ പോകും. അതുകൊണ്ടാകുന്നു. It can grab your heart, it can capture your desire. നിങ്ങളുടെ ആഗ്രഹത്തെ, നിങ്ങളുടെ ഹൃദയത്തെ പിടിച്ചടക്കുവാനുള്ള ശക്തി ഇതിനുണ്ട്. So learn from Solomon that we should not be extravagant, we should love simplicity. Then when the revival comes and it tears everyone, it won't tear us apart because we are already simple. ആകയാൽ ശലോമോനെ പോലെ ധാരാളിത്തമായ ഒരു ജീവിതം നാം ഉപേക്ഷിക്കുക, ലളിതമായ ഒരു ജീവിതം നയിക്കുക. ഇല്ലെങ്കിൽ ഒരു ഉണർവ് ഉപദ്രവമായി കടന്നു വരും, അത് നമ്മയെല്ലാം പിച്ചി ചീന്തുവാനിടയായിത്തീരും. അന്ന് ലളിതമായി ജീവിക്കുന്നവർക്ക് അങ്ങനെ സംഭവിക്കുകയില്ല. There is a song in our Sunday school's chorus book. സൺഡേ സ്കൂളിന്റെ കോറസ് പുസ്തകത്തിൽ ഒരു പാട്ട് പ്രകാരമുണ്ട്. Can I be carried to the skies on flowery beds of ease while others fought to win the prize and sailed through bloody seas? That means when my forefathers they sailed through seas of blood to be carried to win the prize, can I expect to sleep on a flowery bed of ease and go to heaven? എന്റെ പൂർവ്വപിതാക്കന്മാർ രക്തം കൊണ്ടുള്ള സമുദ്രത്തിൽ അവർ യാത്ര ചെയ്ത് അക്കരെ നാട്ടിൽ പ്രവേശിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഒരു പൂമെത്ത കൊണ്ട് ചുമന്ന് അതിൽ ഞാൻ വസിച്ചുകൊണ്ട് സ്വർഗത്തിലെത്തുവാൻ കഴിയുമോ എന്നാകുന്നു ആ പാട്ടിന്റെ അർത്ഥം. So to come back to the simplicity and the poverty of our forefathers, we have to be ripped apart. Get ready. ആകയാൽ നാം ഒരു ലളിതമായ ജീവിതത്തിലേക്കും നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ ത്യാഗമായ ജീവിതത്തിലേക്കും കടന്നു വരണമെങ്കിൽ നാം നമ്മെ തന്നെ പിച്ചിച്ചീന്തിയേ മതിയാകൂ. Get ready. അതിനായി നാം ഒരുങ്ങിക്കൊള്ളണം. The sixth lesson. ആറാമത്തെ പാഠം that we learn from the wisdom and the foolishness of Solomon. ശലോമോന്റെ ജ്ഞാനത്തിൽ നിന്നും ഭോഷത്വത്തിൽ നിന്നും നാം ഉൾക്കൊള്ളേണ്ടുന്ന അടുത്ത പാഠം, focus on heavenly things. സ്വർഗീയ കാര്യങ്ങളിൽ നിങ്ങൾ അധികം തീക്ഷ്ണതയുള്ളവരായി അതിനെ അന്വേഷിക്കുക. This is the sixth lesson that we learn. Focus on heavenly things. സ്വർഗീയ കാര്യങ്ങളിൽ സൂക്ഷ്മമായി നിങ്ങൾ അത് പരിശോധിക്കുക. If you look at Solomon's life, God gave him wisdom. നാം ശലോമോന്റെ ജീവിതത്തെ പൂർണ്ണമായി പരിശോധിച്ചാൽ ദൈവം തനിക്ക് ജ്ഞാനം നൽകി. But he used all that wisdom for worldly research. എന്നാൽ താൻ ലോകപ്രകാരമുള്ള കാര്യങ്ങൾ ആരാഞ്ഞ് അറിയുന്നതിന് വേണ്ടിയാകുന്നു ആ ജ്ഞാനം അവൻ പ്രയോഗിച്ചത്. Read First Kings. Of course there was spirituality also. He wrote so many proverbs and psalms and the Ecclesiastes also. But then he digressed later on and started doing a lot of research on worldly things. അതെ, അവൻ ആത്മീയമായ കാര്യങ്ങളും കൊണ്ടുവന്നു എന്നുള്ളത് സത്യം തന്നെ. അനേക സദൃശ്യവാക്യങ്ങളും സഭാപ്രസംഗിയും ഉത്തമഗീതവും എല്ലാം താൻ എഴുതി. എന്നാൽ ഇതിന്റെ എല്ലാം ഒടുവിൽ തന്റെ ഗവേഷണം താൻ അധികമായി ആരാഞ്ഞറിഞ്ഞത് ആകാശത്തിന് കീഴെയുള്ള കാര്യങ്ങളെ ആകുന്നു. Read verse 33. First Kings 4:33. 1 രാജാക്കന്മാർ 4-ാം അധ്യായം 33-ാം വാക്യം വായിക്കാം.
ലെബാനോനിലെ ദേവദാരു മുതൽ ചുവരിന്മേൽ മുളയ്ക്കുന്ന ഈസോപ്പ് വരെയുള്ള വൃക്ഷാദികളെ കുറിച്ചും മൃഗം, പക്ഷി, ഇഴജാതി, മത്സ്യം എന്നിവയെക്കുറിച്ചും അവൻ പ്രസ്താവിച്ചു. And he spake of trees from the cedar tree that is in Lebanon, even unto the hyssop that springeth out of the wall. He spake also of beast and of fowl and of creeping things and of fishes. So he did a lot of research and got a good knowledge in zoology and botany. But how is that going to make his kingdom better? താൻ ഇപ്രകാരമുള്ള കാര്യങ്ങൾ ജീവശാസ്ത്രത്തിലും ജന്തുശാസ്ത്രത്തിലെല്ലാം താൻ പല കാര്യങ്ങൾ ആരാഞ്ഞ് അന്വേഷിച്ച് അറിഞ്ഞു. എന്നാൽ അതുമായി how is it going to make his kingdom Israel better spiritually? അത് എങ്ങനെ തന്റെ രാജ്യമായ ഇസ്രായേൽ രാജ്യത്തെ ഒരു ഉന്നതമായ അവസ്ഥയിലേക്ക് നയിക്കും? So there was if you turn to the book of Ecclesiastes, സഭാപ്രസംഗിലേക്ക് നാം വീണ്ടും കടന്നു വരുമ്പോൾ you will read that phrase under the sun many times. ആകാശത്തിന് കീഴെ, സൂര്യന് കീഴെ എന്നുള്ള വാക്ക് നാം പല പ്രാവശ്യം ആ പുസ്തകത്തിൽ വായിക്കുന്നു. 27 times that phrase is used, under the sun. സൂര്യന് കീഴെ എന്ന് 27 പ്രാവശ്യം താൻ ഉപയോഗിച്ചിരിക്കുന്നു. So all his research was focused under the sun, not in heaven. അപ്പോൾ അവന്റെ സകല ഗവേഷണങ്ങളും സൂര്യന് കീഴെ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു, സ്വർഗത്തിൽ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി അല്ലായിരുന്നു. So in the beginning Solomon's wisdom was focused heavenward, but later on it started diverting and became a worldly research. ആരംഭത്തിങ്കൽ ശലോമോന്റെ ജ്ഞാനം എന്നത് സ്വർഗീയമായിരുന്നു, സ്വർഗീയ കാര്യങ്ങൾക്കായിരുന്നു. എന്നാൽ പിന്നീട് അത് ഭൗമികമായി സൂര്യന് കീഴെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയായി പോയി. But you look at David, his father. എന്നാൽ തന്റെ പിതാവായ ദാവീദിനെ നാം ശ്രദ്ധിച്ചാൽ, you read Psalm 27 verse 4. 27-ാം സങ്കീർത്തനം 4-ാം വാക്യം നാം വായിച്ചാൽ, you see he also did research. താനും ആരാഞ്ഞറിയുവാൻ ശ്രമിച്ചു. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എന്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. One thing have I desired of the Lord, that will I seek after, that I may dwell in the house of the Lord all the days of my life, to behold the beauty of the Lord and to inquire in his temple. In the Tamil translation, that word inquire, that word Malayalam word meditation, is to do research in his temple. തമിഴ് ഭാഷയിൽ മലയാളത്തിൽ ഇവിടെ ധ്യാനിപ്പാൻ എന്ന് പറഞ്ഞിരിക്കുന്ന വാക്യം ആരാഞ്ഞറിയുക അല്ലെങ്കിൽ അതിലൊരു ഗവേഷണം ചെയ്യുക എന്നതാകുന്നു. So that word meditation is also not wrong. It's a meditative research. I'm going to think and analyze in his temple. ധ്യാനിക്കുക എന്ന വാക്കും അത്ര തെറ്റല്ല. ധ്യാനിച്ചുകൊണ്ട് ദൈവിക കാര്യങ്ങളിൽ കൂടുതൽ അറിവ് സമ്പാദിക്കുന്നു എന്നുള്ള വസ്തുതയാകുന്നു. But what research did David do in that temple? എന്നാൽ ദാവീദ് ആ മന്ദിരത്തിൽ എന്താകുന്നു ആരാഞ്ഞറിഞ്ഞത്? If you read that verse, it's written that one thing have I desired of the Lord. ആ വാക്യം നാം അല്പം ശ്രദ്ധിച്ചു വായിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയും, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു. He says one thing and then mentions two things. ഒരു കാര്യം അപേക്ഷിച്ചിട്ട് രണ്ട് കാര്യമാകുന്നു പറയുന്നത്. One is, I must dwell in the house of the Lord all the days of my life. ഒന്നാമത് എന്റെ ആയുഷ്കാലമൊക്കെയും യഹോവയുടെ ആലയത്തിൽ പാർക്കണം. Two things. One is to behold the beauty of the Lord. Two is to inquire in his temple. രണ്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്, ഒന്ന് യഹോവയുടെ മനോഹരത്വം കാണണം, രണ്ട് അവന്റെ മന്ദിരത്തിൽ ധ്യാനിക്കണം. So why does he say one thing have I desired and then says two things? എന്തുകൊണ്ട് അവൻ ഇപ്രകാരം ഒരു കാര്യം അപേക്ഷിച്ചിട്ട് രണ്ട് കാര്യങ്ങളെ പറ്റി പറഞ്ഞിരിക്കുന്നു? So what we must understand is these two things are one thing. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടുന്ന കാര്യം എന്തെന്നാൽ, അവൻ അപേക്ഷിച്ച രണ്ട് കാര്യങ്ങളും ഒന്നായിട്ടാകുന്നു കാണേണ്ടത്. How do we bring these two together? ഈ രണ്ടും കൂടി നമുക്ക് എങ്ങനെ ഒന്നാക്കുവാൻ കഴിയും? One thing have I desired of the Lord. യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു. All the days of my life I must sit in the temple of God. ഞാൻ എന്റെ ആയുഷ്കാലമൊക്കെ ഞാൻ ദൈവത്തിന്റെ മന്ദിരത്തിലായിരിക്കണം. Behold the beauty of the Lord. യഹോവയുടെ മനോഹരത്വം കാണണം. And do research in the beauty of the Lord. ഞാൻ യഹോവയുടെ മനോഹരത്വത്തിൽ അതിൽ ഞാൻ ആരാഞ്ഞ് ഗവേഷണം ചെയ്യണം. So that beauty of God is an infinite beauty. ആകയാൽ ആ ദൈവത്തിന്റെ മനോഹാരിത എന്നത് നിശ്ചിതമില്ലാത്ത അനന്തമായ ഒരു സൗന്ദര്യമാകുന്നു. When I came to the ministry, this is the verse through which God called me. ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം എന്നെ വിളിച്ചതായ വചനം ഇതാകുന്നു. And God told me, there is a beauty in the house of God that surpasses the beauty of
anything else in this universe. ദൈവം എന്നോട് ഇപ്രകാരം പറയുവാനിടയായി തീർന്നു, എന്റെ ഭവനത്തിൽ ഒരു പ്രത്യേക മനോഹരത്വമുണ്ട്, അത് ഈ ലോകത്തിലെ സകല സൗന്ദര്യത്തെക്കാളും മനോഹാരിതയെക്കാളും ശ്രേഷ്ഠമാകുന്നു. That is the beauty of my presence. അതാകുന്നു എന്റെ സാന്നിധ്യത്തിന്റെ മനോഹാരിത. That's the beauty of my face. അതാകുന്നു എന്റെ മുഖത്തിന്റെ മനോഹാരിത. God told me, I brought you to the faith home to see that beauty. ദൈവം എന്നോട് പ്രകാരം സംസാരിച്ചു, നിന്നെ എന്റെ വിശ്വാസ ഭവനത്തിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത് എന്റെ സൗന്ദര്യം മനോഹാരിത ദർശിക്കുവാനാകുന്നു. So focus your research on finding my beauty. Don't digress in any other direction. ആകയാൽ എന്റെ മനോഹാരിത്വം, എന്റെ സൗന്ദര്യം അന്വേഷിക്കുന്നതിൽ നീ തൽപരനായിരിക്ക. മറ്റു കാര്യങ്ങളിലേക്ക്, മറ്റ് മനോഹാരിതയിലേക്ക് നിന്റെ കണ്ണുകൾ ആ ദിശയിലേക്ക് പോകാതിരിക്കട്ടെ. So God told me every 4 o'clock praising, every 6 o'clock prayer should be an effort to get deep into the house of God and discover that infinite beauty. ദൈവം ഇപ്രകാരം എന്നോട് പറഞ്ഞു, ഓരോ ദിവസവുമുള്ള രാവിലെ 4 മണിക്കുള്ള സ്തോത്ര ആരാധനയും 6 മണിക്കുള്ള പ്രാർത്ഥനയെല്ലാം ദൈവത്തിന്റെ ഭവനത്തിലെ മന്ദിരത്തിലെ ആഴത്തിലേക്ക് കടന്നു ചെന്ന് എന്റെ മനോഹാരിതയെ ദർശിക്കുന്നതിന് ഉതകട്ടെ. If we don't find this beauty, God told me, I've called you for this beauty but you're missing it. അങ്ങനെ എന്റെ മനോഹരത്വം നിനക്ക് കാണുവാൻ കഴിഞ്ഞില്ല എങ്കിൽ നിനക്ക് തന്നെ നഷ്ടമാകുന്നു. ഞാൻ വിളിച്ചതിനെ നീ നഷ്ടമാക്കുന്നു. You will miss that beauty there. In other words, you'll go after something else. ആ മനോഹരത്വം നീ തന്നെ നഷ്ടമാക്കുന്നു, മറ്റു ചിലതിന്റെ പുറകെ നീ പോകുന്നു. Your heart will go after some other beauty. നിന്റെ ഹൃദയം മറ്റ് ചില സൗന്ദര്യത്തിന്റെ മനോഹരത്വത്തിന്റെ പിന്നാലെ പോകുവാനിടയാകും. That's what Solomon did. അതാകുന്നു ശലോമോൻ ചെയ്തത്. God gave him spiritual wisdom, but he started doing research in fish and beasts and trees. ദൈവം തനിക്ക് ആത്മീകമായ ജ്ഞാനം നൽകി, എന്നാൽ തന്റെ ഗവേഷണമെല്ലാം മീനിലും മറ്റ് ജന്തുക്കളിലും ജീവജാലങ്ങളിലുമായിരുന്നു. Not only that, അത് മാത്രമല്ല, when you look at Solomon's life, ശലോമോന്റെ ജീവിതത്തെ ആകമാനം പരിശോധിച്ചാൽ, in the Bible, you know, the plan of the temple on how to build the temple was given to David, not to Solomon. മന്ദിരം, ദൈവത്തിനുള്ള ആലയം എങ്ങനെ പണിയണമെന്ന് അതിന്റെ മാതൃക നൽകിയത് ശലോമോനല്ലായിരുന്നു, ദാവീദിനായിരുന്നു. The materials were heaped up not by Solomon but by David. അതിനു വേണ്ടുന്ന വസ്തുക്കളും സ്വരൂപിച്ച് കൂട്ടിയതും ശലോമോനല്ലായിരുന്നു, ദാവീദായിരുന്നു. So when Solomon came to the throne, the plan was ready, the material was ready, he just has to start building. എന്നാൽ ശലോമോൻ രാജ്യത്വത്തിലേക്ക് കടന്നു വന്നപ്പോൾ പദ്ധതി, മാതൃക തയ്യാറായിരുന്നു, അതിനേറ്റ വസ്തുവകകൾ തയ്യാറായിരുന്നു, ജോലി തുടങ്ങിയാൽ മതിയായിരുന്നു. But when you turn to 1 Kings chapter 6, എന്നാൽ 1 രാജാക്കന്മാർ 6-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, and you read verse 37 and 38. 1 Kings chapter 6 verses 37 and 38. 37-38 വാക്യങ്ങൾ. 4-ാം ആണ്ട് സീവ് മാസത്തിൽ യഹോവയുടെ ആലയത്തിന് അടിസ്ഥാനമിടുകയും Enough. In the 4th year was the foundation of the house of the Lord laid in the month Siv. So what is written here? ഇവിടെ എന്താകുന്നു പറഞ്ഞിരിക്കുന്നത്? Why did he delay for the 4th year to start building the building? തന്റെ ആലയത്തിന് അടിസ്ഥാനം ഇടേണ്ടതിന് 4 ആണ്ട് വരെ താൻ കാത്തിരിക്കേണ്ടുന്ന ആവശ്യകത എന്തായിരുന്നു? David gave the plan, David gave the material. He has to start building first year itself. He could have. ദാവീദ് അതിനുള്ള മാതൃകയും നൽകി, അതിനു വേണ്ട വസ്തുവകകളും നൽകി, പിന്നീട് തന്റെ ആദ്യത്തെ ആണ്ടിൽ തന്നെ അതിന്റെ അടിസ്ഥാനം ഇടണമായിരുന്നല്ലോ. The Bible says that he was building other buildings also with the house of God. വേദപുസ്തകം പറയുന്നു, ദൈവത്തിന്റെ ആലയത്തോട് കൂടെ മറ്റു ചില കാര്യങ്ങളും മറ്റു ചില കെട്ടിടങ്ങളും അവൻ പണിതു വരികയായിരുന്നു. Read 7:1. 7-ാം അധ്യായം 1-ാം വാക്യം വായിക്കാം. ശലോമോൻ തന്റെ അരമന 13 ആണ്ടുകൊണ്ട് പണിതു അരമന പണി മുഴുവനും തീർത്തു. But Solomon was building his own house 13 years and he finished all his house. Solomon's temple, the temple was 7 years in building, his own house 13 years. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ശലോമോൻ തന്റെ ദൈവത്തിന്റെ ആലയം പണിതത് 7 ആണ്ടുകൊണ്ടായിരുന്നു. എന്നാൽ താൻ വസിക്കേണ്ടിയിരുന്ന അരമന പണിതത് 13 ആണ്ടുകൊണ്ടായിരുന്നു. He built another wooden house. വീണ്ടും താൻ ഒരു വനഗ്രഹം ഉണ്ടാക്കി for himself. തനിക്ക് വേണ്ടി. 2nd verse. 2-ാം വാക്യം. അവൻ ലെബാനോൻ വനഗ്രഹവും പണിതു അതിന് 100 മുഴം. Enough, that's enough.
And he built also the house of the forest of Lebanon. So he built another house with himself with the forest of good wood. So he wanted another house for himself. So he built another house of wood. ഇതിനു ശേഷം വീണ്ടും താൻ ഒരു ലെബാനോൻ വനഗ്രഹം പണിതു. അത് മുഴുവനും തടി കൊണ്ടവൻ പണിതു. Then in verse 8 we read he built another house for his Egyptian wife, Pharaoh's daughter. 8ാം വാക്യത്തിൽ ഫറവോന്റെ മകൾക്ക് വേണ്ടി തന്റെ മറ്റൊരു ഭാര്യയ്ക്ക് വേണ്ടി വേറൊരു വീട് താൻ പണിതു. So we see that all this was going on at the same time. That's why God's temple building got delayed. ഈ കാര്യങ്ങളെല്ലാം അവൻ ഒരേ സമയത്ത് ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് ഇതിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യം എന്തെന്ന് അവൻ ദൈവത്തിന്റെ ആലയം പണിയുന്നതിൽ താമസം വരുത്തി. So what do we understand from this? ഇതിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ടുന്ന വസ്തുത എന്താകുന്നു? If we neglect our spiritual life, we will get locked up in material and worldly and mundane things. നാം നമ്മുടെ ആത്മീയമായ കാര്യങ്ങളെ അന്വേഷിക്കാതെ അതിൽ നാം തൽപരതല്ലാതിരിക്കുന്നുവെങ്കിൽ നാം വ്യർത്ഥമായ മായയായ അക്ഷരീകമായ കാര്യങ്ങൾക്ക് പിന്നാലെ അധികമായി അധ്വാനിക്കേണ്ടി വരും. The whole narration of the Babylonian captivity in the Bible, the Israelites being kidnapped and taken to Babylon, is about this. മുഴുവൻ വേദപുസ്തകം പരിശോധിച്ചാൽ ഇസ്രായേൽ മക്കളെ അവർ പ്രവാസത്തിലേക്ക് ബാബേലിലേക്ക് കൊണ്ടുവന്നതിന്റെ പ്രധാന കാരണവും ഇത് തന്നെയാകുന്നു. They were made to forget Jerusalem. അവർ യെരുശലേമിനെ മറക്കുവാനിടയായി തീർന്നു. And they were made to build Babylon. അവർ ബാബേലിനെ പണിതുയർത്തുവാനിടയായി തീർന്നു. Nebuchadnezzar was a cunning man. നെബൂഖദ്നേസർ വളരെ സൂത്രശാലിയായിരുന്നു. You know what he did? താൻ എന്താകുന്നു ചെയ്തതെന്ന് അറിയാമോ? Why should I kill off the Israelites? എന്തുകൊണ്ട് ഞാൻ ഇസ്രായേൽ മക്കളെ കൊന്നൊടുക്കണം? They are wise people. അവർ വളരെ ബുദ്ധിശാലികളാകുന്നു. I can use that wisdom for my building. അവരുടെ ജ്ഞാനത്തെ എനിക്ക് എന്റെ രാജ്യത്വം പണിതുയർത്തേണ്ടതിനായി ഉപയോഗിക്കാമല്ലോ. That's why he kidnapped those youngsters. അതുകൊണ്ടാകുന്നു അവൻ ആ യൗവനക്കാരെ പ്രവാസത്തിലേക്ക് പിടിച്ചുകൊണ്ടുവന്നത്. So he took the best. അതായത് അവൻ ഏറ്റവും ശ്രേഷ്ഠമായതിനെ പിടിച്ചു. Royal seeded, good looking, intelligent youngsters and kidnapped them to Babylon. അവന്റെ സാമ്രാജ്യമായ ബാബേലിലേക്ക് കൊണ്ടുവന്നത് രാജസന്തതിയിൽ കുലീനന്മാരും അംഗഭംഗമില്ലാത്തവരും സുന്ദരന്മാരുമായ ജ്ഞാനികളെ ആയിരുന്നു. Now we read that only 4 of them, Daniel, Shadrach, Meshach, Abednego, retained their chastity or their mind spiritually. All the others fell off. എന്നാൽ ഇവിടെ നാം കാണുന്നത് ദാനിയേൽ, ഷദ്രക്, മേശക്, അബേദ്നെഗോ ഈ 4 പേർ മാത്രമാകുന്നു ആ സ്ഥലത്തും അവരുടെ നിർമ്മലതയെ സൂക്ഷിച്ചത്. ബാക്കി എല്ലാവരും നഷ്ടപ്പെട്ടു പോവാനിടയായി. Read verse 1:6, Daniel 1:6. ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായം 6-ാം വാക്യം വായിക്കാം. അവരുടെ കൂട്ടത്തിൽ ദാനിയേൽ, ഹനന്യാവ്, മീശായേൽ, അസറിയാവ് എന്നീ യഹൂദപുത്രന്മാർ ഉണ്ടായിരുന്നു. Now among these were of the children of Judah Daniel, Hananiah, Mishael and Azariah. So among these, that means there were more than 4. Only these 4 were preserved. The others were swept off by the Babylonian current. അവരുടെ കൂട്ടത്തിൽ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഒരു വലിയ കൂട്ടമുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഈ 4 പേർ മാത്രമേ അവരുടെ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടുള്ള. ബാക്കി എല്ലാവരും ബാബേലിന്റെ ആ ഒരു തീഷ്ണതയിൽ, തീവ്രതയിൽ ഒഴുകിപ്പോയി. When the call came to build Jerusalem again, യെരുശലേം വീണ്ടും പണിയേണ്ടതിനായി ഒരു ക്ഷണം ഉണ്ടായപ്പോൾ, when the Persian king Cyrus gave a decree to all the Israelites, those who want to go and build your city Jerusalem and the temple, you can go. പാർസി രാജാവായ കോരശ് യെരുശലേം ആർക്കെങ്കിലും പണിതുയർത്തണമെങ്കിൽ പോകുക, അങ്ങനെ ചെയ്യുക എന്നൊരു പദ്ധതി വിളംബരം കൊണ്ടുവന്നപ്പോൾ, statistics say that 0.5% of Israelites only came back to Jerusalem. The others preferred to stay in Babylon. കണക്കുകൾ ഇങ്ങനെയാകുന്നു പറയുന്നത്. വെറും 0.5% മാത്രമാകുന്നു യെരുശലേമിലേക്ക് അത് പണിയുവാനായി പോയത്. ബാക്കി എല്ലാവരും ബാബേലിൽ തന്നെ കുടിപാർത്തു. Babylon swallowed them. ബാബേൽ അവരെ വിഴുങ്ങിക്കളഞ്ഞിരുന്നു. Not only that, അതുമാത്രമല്ല, these few who came back to Israel to build Jerusalem, ഈ യെരുശലേം പണിയേണ്ടതിനായി ഇസ്രായേലിലേക്ക് മടങ്ങി വന്നവരിൽ, when they saw that there were many enemies inside Jerusalem stopping them from building Jerusalem, യെരുശലേമിൽ അത് അവർ പണിത് ഉയർത്താതെ വണ്ണം അതിന് തടസ്സം നിൽക്കുന്ന അനേക ശത്രുക്കൾ ഉണ്ട് എന്നവർ കണ്ടതിന് ശേഷം, they came to build Jerusalem, but 16 years there was a stay order, they could not build. അവർ
അവർ യെരൂശലേമിനെ പണിയാനാണ് കടന്നു വന്നത്. എന്നാൽ 16 വർഷക്കാലം ഒരു ഉത്തരവുണ്ടായി, അവർക്കത് പണിയുവാൻ കഴിഞ്ഞില്ല. And what did they do, you know? അവരെന്താകുന്നു ചെയ്തതെന്ന് അറിയാമോ? They came to build God's house. They started building their own houses. അവർ ദൈവത്തിന്റെ ഭവനത്തെ പണിയുവാനായി യെരൂശലേമിൽ വന്നു. ഇപ്പോൾ അവർ തങ്ങൾക്ക് തന്നെ അവിടെ ഭവനം ഉണ്ടാക്കുന്നു. And that's when Haggai and Zechariah rose up at the end of those 16 years and woke up those people. What are you doing? You came to build God's house and you're building your house. അതാകുന്നു ഹഗായി പ്രവാചകനെ കൊണ്ടും സെഖര്യാ പ്രവാചകനെ കൊണ്ടും ദൈവം പറയുന്നത്. എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ ദൈവത്തിന്റെ ഭവനം പണിയേണ്ടതിനായി യെരൂശലേമിൽ വന്നു. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ പാർക്കുവാൻ ഭവനം ഉണ്ടാക്കുന്നുവോ? You read that in Haggai 1:4. ഹഗായി പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ നിങ്ങൾക്കത് വായിക്കാം. ഹഗ്ഗായി പ്രവാചകൻ മുഖാന്തരം യഹോവയുടെ അരുളപ്പാടുണ്ടായെന്തെന്നാൽ, ഈ ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾക്ക് തട്ടിട്ട വീടുകളിൽ പാർപ്പാൻ കാലമായോ? Is it time for you, O ye, to dwell in your sealed houses, and this house lie waste? And then he says in verse 8, go to the mountain, bring wood and build the house of God. 8-ാം വാക്യത്തിൽ ദൈവം പറയുന്നു, നിങ്ങൾ മലയിൽ ചെന്ന് മരം കൊണ്ടുവന്ന് ആലയം പണിയുക. നിങ്ങൾ മലയിൽ We have all fallen into the same pit. നാം എല്ലാവരും ഇതേ കുഴിയിൽ തന്നെ വീണുപോയിരിക്കുകയാകുന്നു. Are we building our own personal kingdoms or are we building God's house? നാം ഓരോരുത്തരും നമ്മുടെ വ്യക്തിഗതമായ രാജ്യത്വങ്ങൾ പണിതുയർത്തുന്നുവോ അതോ ദൈവീയ രാജ്യത്തിന്റെ കെട്ടുപണിയിൽ ആയിരിക്കുന്നുവോ? In the encampment of the Israelites in the wilderness, ഇസ്രായേലിന്റെ മരുഭൂമിയിലുള്ള പാളയത്തിൽ all the tents will be facing the tabernacle. എല്ലാ കൂടാരങ്ങളുടെയും മുഖം സമാഗമന കൂടാരത്തിന്റെ അതിനെ ദർശിച്ചായിരുന്നു. In other words, when you sit in your house, your mind should be towards the tabernacle. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ കൂടാരങ്ങളിൽ അല്ലെങ്കിൽ അവർ കൂടാരങ്ങളിൽ ആയിരിക്കുമ്പോൾ അവരുടെ മനസ്സ് സമാഗമന കൂടാരത്തോട് ഒത്തിരിക്കണം. Spiritually, when you go to school, when you go to college, when you go to work, your mind should be in the house of God. ആത്മീയമായി പറഞ്ഞാൽ, നിങ്ങൾ വിദ്യാഭ്യാസത്തിനായും ജോലിക്കായും ഔദ്യോഗിക സ്ഥാനങ്ങളിലും ഒക്കെ കടന്നു പോകുമ്പോഴും നിങ്ങളുടെ മനസ്സ് ദൈവത്തിന്റെ ആലയത്തെ പറ്റി ദൈവ സാന്നിധ്യത്തിൽ ഉള്ളതായിരിക്കണം. Now it's just the opposite. When we come to church, we are praying for our school, for our exams. God bless my studies, God bless my future, bless my building, bless my job, bless my visa, bless my promotion. എന്നാൽ ഇപ്പോൾ നേരെ തിരിച്ചായിരിക്കുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയും ചിന്തയും എല്ലാം എന്റെ വിദ്യാഭ്യാസം, എന്റെ സ്കൂൾ ജീവിതം, എന്റെ ജോലി, എന്റെ വിസ, എന്റെ പ്രൊമോഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവം ശരിയാക്കി തരണമെന്നുള്ള പ്രാർത്ഥനയോടെ നാം ആയിരിക്കുന്നു. God says, don't pray for these things. I'll give them without asking. Seek the kingdom of God. Set your affection on things above. എന്നാൽ ദൈവം പറയുന്ന ഇതാകുന്നു, ഇതിനു വേണ്ടി ഒന്നും നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടുന്ന ആവശ്യം പോലുമില്ല. നിങ്ങൾ മുൻപേ എന്റെ രാജ്യത്തെ അന്വേഷിപ്പിൻ, ഉയരത്തിലുള്ളത് ചിന്തിപ്പിൻ. We'll read one verse and close. ഒരു വാക്യം കൂടി വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. Philippians chapter 3 and verse 20. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യം വായിക്കാം. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. For our conversation is in heaven, from whence also we look for the Savior, the Lord Jesus Christ. What do we read here? ഇവിടെ എന്താകുന്നു നാം വായിക്കുന്നത്? From whence we are looking for the coming of the Lord. നാം അവിടെ നിന്ന് കർത്താവായി യേശു രക്ഷിതാവായി വരുമെന്ന് കാത്തിരിക്കുന്നു. എവിടെ നിന്ന്? From where? എവിടെ നിന്ന്? The first verse says, our address is in heaven. ഒന്നാമത്തെ ഭാഗം പറയുന്നത് ഇതാകുന്നു, എന്റെ മേൽവിലാസം, പൗരത്വം സ്വർഗത്തിലാകുന്നു. From there, from heaven, we are waiting for Jesus to come. അവിടെ നിന്ന് കർത്താവായ യേശു വരും എന്ന് കാത്തിരിക്കുന്നു. So when Jesus comes, we should already be in heaven. അതിന്റെ അർത്ഥം യേശു വരുമ്പോൾ നാം സ്വർഗത്തിലായിരിക്കും. In other words, physically our bodies are here in Kotarakara meeting hall, but our souls should be raised together in heavenly places with Christ Jesus. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, അക്ഷരീകമായി നമ്മുടെ ശരീരം ഇവിടെ ഈ കൊട്ടാരക്കരയിൽ മീറ്റിംഗ് ഹാളിൽ ആയിരുന്നാലും നമ്മുടെ പ്രാണൻ, നമ്മുടെ ദേഹി സ്വർഗസ്ഥലങ്ങളിലായിരിക്കണം. God gave Solomon that wisdom, but then it fell off onto a lower level. ദൈവം അതിനേറ്റൊരു ജ്ഞാനം ശലോമോന് നൽകിയിരുന്നു, എന്നാൽ അതിൽ വലിയ വീഴ്ച സംഭവിച്ചു പോയി. So we must train up our children in that heavenly wisdom. നാം നമ്മുടെ കുഞ്ഞുങ്ങളെയും ആ സ്വർഗീയ ജ്ഞാനത്തിൽ വളർത്തിയെടുക്കണം. We must train up our children in simplicity. നാം നമ്മുടെ കുഞ്ഞുങ്ങളെ ലളിതമായ ജീവിത ശൈലി അഭ്യസിപ്പിക്കണം. Don't allow them to get by the latest things and become extravagant. When you train them up like that,
when they are old, they will not depart from it. ആധുനികമായ കാര്യങ്ങൾ, നൂതനമായ കാര്യങ്ങളെല്ലാം നിങ്ങൾ അധികമായി വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് അവരെ ധാരാളിത്തം പഠിപ്പിച്ചാൽ അവർ വളർന്നു വരുമ്പോഴും അതുപോലെ തന്നെ ആയിത്തീരും. If they're going to spend time only focusing on mad about worldly things and studies and future and building the kingdoms of this world, when they grow old, they will not depart from it. നിങ്ങൾ അവരെ ലൗകികമായ കാര്യങ്ങളിൽ മാത്രം എല്ലാം മുഴുകി അതിന്റെ കാര്യങ്ങൾ അന്വേഷിച്ച് ആ രീതിയിൽ വളർന്നു വരുവാനാകുന്നു അഭ്യസിപ്പിക്കുന്നതെങ്കിൽ തീർച്ചയായും അവർ വളർന്നു വരുമ്പോൾ അതേ രീതിയിൽ തന്നെ ആയിത്തീരും. We'll close our eyes. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. We must realize that in a sense we are all in that Babylonian captivity. നാം എല്ലാവരും മനസ്സിലാക്കേണ്ടുന്ന ഒരു വസ്തുത, ഒരർത്ഥത്തിൽ നാം എല്ലാവരും ബാബേൽ പ്രവാസത്തിലാകുന്നു. I told you a revival is coming. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഒരു ഉണർവ് പൊട്ടിപ്പുറപ്പെടുവാൻ പോകുന്നു. But it's going to be a revival and a persecution coming together. എന്നാൽ അതൊരു ഉണർവും അതേ സമയത്ത് വലിയൊരു ഉപദ്രവവുമായിരിക്കും. It is going to rip us apart, at the same time take us back to Jerusalem. അത് നമ്മെ ഒരു വശത്ത് പിച്ചി ചീന്തുവാൻ പോകുന്നു, അതേ സമയത്ത് നമ്മെ യെരുശലേമിലേക്ക് കൊണ്ടെത്തിക്കുവാൻ പോകുന്നു. So now itself we must ready our minds and focus on the kingdom of heaven. ആകയാൽ ഇപ്പോൾ തന്നെ നാം ആ സ്വർഗീയ രാജ്യത്വത്തിലേക്ക് നമ്മുടെ മുഴുവൻ ശ്രദ്ധയും ചെലുത്തുന്നവരായിരിക്കണം. When the Lord turned again the captivity of Zion, we were like them that dream. ഞാൻ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. How many will honestly admit my mind has got locked in so many worldly things? എത്ര പേർക്ക് ഇപ്പോൾ പൂർണ്ണമായി സമ്മതിക്കുവാൻ കഴിയും എന്റെ മനസ്സിപ്പോൾ പല ലൗകിക കാര്യങ്ങളിലും ആ കെട്ടുപാടിൽ പിണഞ്ഞു കിടക്കുന്നു എന്ന്? Daniel was one of the highest rulers in the Persian Empire. ദാനിയേൽ പാർസി രാജ്യത്തിൽ വളരെ ഉന്നത അധികാരത്തിലുള്ള ഒരു വ്യക്തിയായിരുന്നു. He had to travel so many places. തനിക്ക് അധികമായ സ്ഥലങ്ങളിൽ യാത്ര ചെയ്യണമായിരുന്നു. So many files on his desk. തന്റെ മേശയിൽ അനേക ഫയലുകൾ ഉണ്ടായിരുന്നു. But every day he took time off to open the windows towards Jerusalem and pray for the return from captivity. എന്നാൽ ഓരോ ദിവസവും താൻ സമയം എടുത്ത് യെരുശലേമിന്റെ നേരെയുള്ള കിളിവാതിലുകൾ തുറന്ന് എന്ന് പ്രവാസത്തിൽ നിന്ന് മടങ്ങി വരുമെന്ന് അതിനുവേണ്ടി തീഷ്ണതയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. Oh God, when will we come back to Jerusalem? ഞങ്ങളുടെ ദൈവമേ, എന്ന് ഞങ്ങൾ യെരുശലേമിലേക്ക് മടങ്ങിപ്പോകും. Oh Jerusalem, if I forget thee, let my tongue cleave to my palate. യെരുശലേമേ, ഞാൻ നിന്നെ മറന്നുപോയാൽ എന്റെ നാവ് അണ്ണാക്കിനോട് പറ്റിപ്പോകട്ടെ. How many want such an anointing in the mind? എത്ര പേർക്ക് അപ്രകാരം ഒരു അഭിഷേകം മനസ്സിൽ ആവശ്യമായിരിക്കുന്നു? To be delivered from the gravity of this world. ഈ ലോകത്തിന്റെ ഗുരുത്വാകർഷണ ബലത്തിൽ നിന്ന് വിടുതൽ എത്ര പേർ ആഗ്രഹിക്കുന്നു? You know, a time came when there was a second exodus from Babylon back to Zion. അതെ, ഒരു സമയം ഉണ്ടാകും ബാബേൽ പ്രവാസത്തിൽ നിന്ന് സിയോനിലേക്ക് ഒരു പുറപ്പാട് ഉണ്ടാകും. The redeemed of the Lord shall return and come with singing unto Zion, and sorrow and sighing shall flee away. Everlasting joy shall be upon their heads. അങ്ങനെ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും. ആനന്ദം അവരുടെ നിത്യാനന്ദം അവരുടെ തലമേൽ ഉണ്ടായിരിക്കും. ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. A mighty revival is coming. ഒരു ശക്തിയേറിയ ഉണർവുണ്ടാകട്ടെ. Darkness is going to cover India. ഇന്ത്യ ദേശത്തെ മുഴുവൻ അന്ധകാരം മൂടുവാൻ പോകുന്നു. Many new anti-Christian rules are going to come. അനേക പുതിയ എതിർ ക്രിസ്ത്യാനികളുടെ ഭരണം ഇനിയും ഉണ്ടാകുവാൻ പോകുന്നു. At the same time, the Lord is going to rise up in our midst. അതേ സമയം തന്നെ ദൈവം നമുക്ക് വേണ്ടി നമ്മുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുവാൻ പോകുന്നു. When anti-Christian rules are instituted by the government in India, ഇന്ത്യയിൽ എതിർ ക്രിസ്തുകൾ ഭരണകൂടത്തിൽ ആവിഷ്കരിക്കുമ്പോൾ inside the church a command will come. സഭയ്ക്കുള്ളിൽ നിന്ന് ഒരു കൽപ്പന പുറപ്പെടുവാൻ ഇടയായി തീരും. Arise and shine, for thy light is come. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. The glory of the Lord is risen upon thee. ദൈവത്തിന്റെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. All those who want that anointing, ആ അഭിഷേകം ആവശ്യമുള്ളവരെല്ലാവരും to come out of the powers of this world, ഈ ലോകത്തിന്റെ ലൗകിക ശക്തിയിൽ നിന്ന് വെളിയിൽ വരുവാൻ ആരെല്ലാം ആഗ്രഹിക്കുന്നുവോ, to go and sit in heavenly places with Christ. ഇപ്പോഴേ പോയി സ്വർഗത്തിൽ ആ ദൈവിക സ്ഥലങ്ങളിൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, now that anointing is coming upon us. ഇപ്പോൾ അങ്ങനെയുള്ളവരുടെ മേൽ ഒരു അഭിഷേകം കടന്നു വരുവാൻ പോകുന്നു. Lord help us. അതിനായി ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. സ്വർഗീയ പൗരന്മാർ ഈ ധരിത്രിയിൽ വാസവേദം യോഗ്യം
അല്ലമോദിയോൻ പുത്തനെറുശലേം വേഗമൊരു ഗീതാനാഗമിച്ചിടും പുത്തനെറുശലേം നിത്യഭവനം വേഗമൊരു ഗീതാനാഗമിച്ചിടും എന്റെ പ്രിയനേശ്വരാജനാഥൻ എന്നെ ചേർക്കുമ്പോൾ എന്റെ വാസനം എന്റെ പ്രിയനേശ്വരാജനാഥൻ എന്നെ ചേർക്കുമ്പോൾ എന്റെ വാസനം ആൾതോറും പ്രത്യാശ വർദ്ധിച്ചിടുന്നേ കാതിൽ കണ്ടിടാൻ അവനിരുന്നേ പ്രത്യാശ വർദ്ധിച്ചിടുന്നേ കാതിൽ കണ്ടിടാൻ അവനിരുന്നേ മക്കൾ ചെയ്യുവാ നിത്യയുഗങ്ങൾ കൂടെ വരുവാ മുഖം കണ്ടു മക്കൾ ചെയ്യുവാ നിത്യയുഗങ്ങൾ കൂടെ വരുവാ പ്രത്യാശ പ്രത്യാശാവർത്തിടുന്നേ കാതിൽ കണ്ടിടാൻ അവനിരുന്നേ പ്രത്യാശാവർത്തിടുന്നേ കാതിൽ കണ്ടിടാൻ അവനിരുന്നേ പ്രത്യാശാവർത്തിടുന്നേ കാതിൽ കണ്ടിടാൻ അവനിരുന്നേ പ്രത്യാശാവർത്തിടുന്നേ കാതിൽ കണ്ടിടാൻ അവനിരുന്നേ പ്രത്യാശാവർത്തിടുന്നേ കാതിൽ കണ്ടിടാൻ അവനിരുന്നേ